ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ മാർക്കറ്റ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വിംഗ് ട്രേഡിലേക്കുള്ള സ്റ്റോക്കുകൾ എങ്ങനെ കണ്ടെത്താമെന്ന്. കുറച്ച് എക്സാമ്പിളിലൂടെ ഞാനത് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, സമയമില്ലാത്തവര് ഈ വീഡിയോ കാണരുത്. 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ വിശദീകരിച്ച് തീർക്കാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരാവുന്ന ഒരു കാര്യമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. ലോകത്ത് ഒരുപാട് ബ്രോക്കിംഗ് ഫേംസ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മെജോറിറ്റി ബ്രോക്കിംഗ് ഫേംസും ടിപ്സുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതെല്ലാം സക്സസ് ആണോ? ഇന്ത്യയിലെ കാര്യം എടുക്കാം, ഇന്ത്യക്ക് പുറത്തുള്ള കാര്യം എടുക്കാം. ഇവിടെയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ കൊടുക്കുന്ന ടിപ്സുകൾ ഒരു 90% പോലും അക്യുറസി ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഒരുപാട് ബ്രോക്കിംഗ് ഫേംസും അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് ഷെയർ മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാരും, അതായത് പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് വിസിബിൾ ആണ്. ന്യൂസുകളിലും ഒക്കെ അവർ കൊടുക്കുന്ന ടിപ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു 60-70% അക്യുറസി മാത്രമേ ഇവർക്കെല്ലാം പറയാനുള്ളൂ. 5-10 എടുക്കരുത്. മാക്സിമം നമുക്ക് എത്രത്തോളം ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡേറ്റ കളക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഒരു 90% അല്ലെങ്കിൽ അതിന് മുകളിൽ അക്യുറസി ഉള്ള ഒരാൾ പോലും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് വിസിബിൾ ആവുന്ന കാര്യം ഒന്നേ ഉള്ളൂ, മാർക്കറ്റില് നമ്മുടെ പ്രഡിക്ഷൻസ് തെറ്റാം. പുലികൾക്ക് തെറ്റുന്നു. അപ്പൊ നമ്മുടെ കാര്യം പറയണ്ടല്ലോ, നമ്മൾ അതിൽ പൂച്ചയുമല്ല, അതിലും വളരെ ചെറിയ ആൾക്കാരാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് തെറ്റാം. സമയമുള്ളവർ മാത്രം വീഡിയോ കാണുക. കുറെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ ടോപ്പിക്ക് മൊത്തം കംപ്ലീറ്റ് ആകണമെങ്കിൽ കുറെ മണിക്കൂറുകൾ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ പല വീഡിയോയിലായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. ഞാനിത് പറയാനൊരു കാരണമുണ്ട്. ടൈം എല്ലാവർക്കും വിലപ്പെട്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ടൈമിനും എൻ്റെ ടൈമിനും അമേരിക്കൻ പ്രസിഡന്റിന്റെ ടൈമിനും ഒക്കെ അതിൻ്റെതായ വിലയുണ്ട്. ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ അതിന് പുറകിൽ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ആ എഫേർട്ട് മെജോറിറ്റി ആൾക്കാർക്കും ഉപകാരപ്പെടുന്നില്ല എങ്കിൽ അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണമെങ്കിൽ യൂട്യൂബിൽ നോക്കുമ്പോൾ ലൈക്ക് ഉണ്ടോ, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, എത്ര പേര് കണ്ടു എന്നൊക്കെ നോക്കിയല്ല മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, പ്രൊമോഷന് വേണ്ടിയല്ല. ഇഷ്ടപ്പെടാത്തവർക്ക് ധൈര്യമായിട്ട് ഡിസ്ലൈക്ക് അടിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ ഒരു കാരണവശാലും മറക്കാതിരിക്കുക. മാത്രമല്ല ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ഒറ്റ കാര്യമേ ഉള്ളൂ ഷെയർ മാർക്കറ്റിൽ സക്സസ് ആകാനായിട്ട്. നിങ്ങളൊരു വെൽ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആവണമെന്നില്ല, നിങ്ങൾക്ക് അസാമാന്യമായ കഴിവ് ഉണ്ടായിരിക്കണമെന്നില്ല. മറിച്ച് കുറച്ചെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടോ, എന്നാൽ ഷെയർ മാർക്കറ്റിൽ ഈസി ആയിട്ട് സക്സസ് ആകാൻ പറ്റും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈയിടെ ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചത്, കൊറോണ കാരണം ലോകത്ത് 100 കോടിയോളം ആൾക്കാർ പട്ടിണിയിലാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതേവരെ അത്രയൊന്നും ആയിട്ടില്ല, ഇനി വരുന്ന കണക്കാണ്. നമുക്കത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. എന്നാലും കൊറോണ കാരണം സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. ഇങ്ങനെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമ്പോഴും നിഫ്റ്റി പോകുന്ന കണ്ടോ, നിഫ്റ്റിയുടെ ചാർട്ട് കണ്ടോ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാവുന്നത്? ക്യാഷ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മോസ്റ്റ് മോഡേൺ വെപ്പണാണ്. ഈ വെപ്പണിന് പഴക്കമുണ്ട് കേട്ടോ, എന്നാൽ പോലും ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വെപ്പണാണ് ഷെയർ മാർക്കറ്റ് എന്നുള്ളതാണ്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വെപ്പൺ ഷെയർ മാർക്കറ്റ് ആണ്. പരമ്പരാഗതമായ ഒരുപാട് തൊഴിലുകൾ കാലഹരണപ്പെട്ടു പോയത് നമുക്കറിയാം. ഒരു ചെറിയ ഉദാഹരണം കൊടുത്താൽ, മൺപാത്രമൊക്കെ പണ്ട് നമ്മുടെ ഗ്രാമങ്ങളിൽ സുപരിചിതമായിരുന്നു. പട്ടണങ്ങളിൽ ഉള്ളവർ വരെ ഗ്രാമങ്ങളിൽ നിന്ന് മൺപാത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അതിന്റെ ബിസിനസ് പട്ടണങ്ങളിലേക്കൊക്കെ ചെറിയ രീതിയിലെങ്കിലും വ്യാപിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തൊഴിൽ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കുറെ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെങ്ങനെ ജീവിക്കും? ഇന്ന് അതിനത്ര പ്രസക്തിയില്ല. അതിന് പകരമായിട്ട് ഒരുപാട് പാത്രങ്ങൾ, മൺപാത്രത്തിന് പകരമായിട്ട് സെറാമിക് പ്ലേറ്റുകളും പാത്രങ്ങളും, അങ്ങനെ കുറെ എണ്ണം. ഞാൻ അതിലൊരു എക്സ്പേർട്ട് അല്ല, എന്നാലും മുന്നിൽ കണ്ട കാര്യം പറയുകയാണ്. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൺപാത്രങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പം പുതിയ മോഡേൺ പാത്രങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തു. ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ ആ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്ത് ചെയ്യും? അവർക്കൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടോ? കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവാം, സെയിലൊക്കെ വളരെ കുറവാണ്. തട്ടിമുട്ടി ജീവിച്ചു പോകുന്നു എന്നല്ലാതെ ചിലപ്പോൾ പട്ടിണിയിലും ആയേക്കാം. കാലത്തിനനുസരിച്ച് മാറുന്നവർക്ക് മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്നുള്ളത്
പണ്ട് തൊട്ടുള്ള പ്രകൃതിയുടെ ഒരു നിയമമാണ്. പരിണാമ സിദ്ധാന്തം എന്നൊക്കെ പറയും. അതനുസരിച്ചിട്ട് കാലത്തിന് അനുയോജ്യമായി ശരീരഘടനയിലും മറ്റും മാറ്റം വരുത്താൻ കഴിവുള്ള ജീവിവർഗങ്ങൾ മാത്രമേ നിലനിൽക്കൂ, അല്ലാത്തവ നശിച്ചു പോകുന്നു. അത് നമുക്കിപ്പോഴും കാണാൻ പറ്റുന്നതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. പ്രകൃതിയുടെ ഈ കാര്യങ്ങളും കൂടെ കൂട്ടി വായിക്കുമ്പം ഷെയർ മാർക്കറ്റിന്റെ മുകളിലേക്കുള്ള പോക്ക് കാണുമ്പോൾ കൊറോണ ഇതുപോലെ അഫക്റ്റ് ചെയ്യുമ്പോൾ ഇനിയും അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉള്ളപ്പോൾ കൊറോണയെ തടയാനായിട്ട് നമുക്കൊരു വാക്സിൻ വേണം. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സക്സസ് ആയിട്ട് ഒരു വാക്സിൻ ജനറേറ്റ് ചെയ്യണമെങ്കിൽ വർഷങ്ങൾ നീളുന്ന പരീക്ഷണ നിരീക്ഷണ കടമ്പകൾ കടക്കേണ്ടിയിരിക്കുന്നു. ക്ലിനിക്കൽ ടെസ്റ്റ് ഉണ്ട്, ട്രയൽ റൺ ഉണ്ട്. ഇതിന്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആൾക്കാരിൽ എത്രത്തോളം അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് മാത്രമേ മനസ്സിലാകുള്ളൂ. റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അതിന്റെ ടെസ്റ്റുകളൊന്നും പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് ലോകം അതിനെ അത്രയ്ക്കങ്ങ് അംഗീകരിക്കാത്തത്. ഞാൻ വിഷയത്തിൽ നിന്ന് വഴുതി മാറിയതല്ല, ഇതെല്ലാം നമ്മുടെ ഷെയർ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്ത് കിടക്കുന്നു. അപ്പോഴും ഷെയർ മാർക്കറ്റിൽ പല ഓഹരികളും വളരെ അധികം റിട്ടേൺ കാഴ്ചവെക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങളൊക്കെ പരിമിതമാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിയും അറിവും ഉപയോഗിച്ച് അനലൈസ് ചെയ്യാൻ ഒരു സഹായം ആകട്ടെ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വീണ്ടും നമുക്ക് ഷെയർ മാർക്കറ്റിലേക്കും സ്റ്റോക്കിലേക്കും തിരിച്ചു വരാം. ഒരു ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കിനെ എങ്ങനെ കണ്ടെത്തും? ഇതാണ് എല്ലാവർക്കും വേണ്ടത്, അല്ലെ? അതായത് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കിനെ അല്ല, ഇനി ബുള്ളിഷ് ആകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിനെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അങ്ങനെ ഓരോ സ്റ്റോക്കിലും എൻട്രി ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അടുത്ത സ്റ്റോക്കിലേക്ക് കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നറിയാമല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന കുറെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതില് വളരെ ഈസി ആയിട്ടുള്ളതും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഇതിന് വേണ്ടത് നിങ്ങളുടെ ടൈമാണ്. അതായത് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസും ഇതിലില്ല. ഹാർഡ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ വലിയ പണിയൊന്നുമില്ല. കുറച്ച് ചാർട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബുള്ളിഷ് ആകാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അഥവാ പറ്റുന്നില്ലെങ്കിലും കുറെ ചാർട്ടുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എന്തൊക്കെ സംഭവങ്ങൾ വന്നോ അത് വീണ്ടും വരാനുള്ള സാധ്യത ഇനിയുണ്ട്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്ന് നമ്മൾ ചുമ്മാ പറയുന്നതല്ല, തീർച്ചയായിട്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു 1000 തവണ റിപ്പീറ്റ് ചെയ്താലും അതിന് മടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്റ്റോക്കിൽ ആ സംഭവം അപ്പിയർ ആകുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. വളരെ ഈസി അല്ലേ? പറയുമ്പോൾ ഇത് വളരെ ഈസിയാണ്, ചെയ്യുമ്പോഴും ഈസി തന്നെയാണ്. പക്ഷെ നമ്മൾ ചാർട്ട് ചെക്ക് ചെയ്തിരിക്കണം. ഒരു ദിവസം കുറഞ്ഞത് ഒരു 100 ചാർട്ടെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റി അത്രയും നല്ലതാണ്. കുറെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഒരു ചെറിയ സ്ക്രീനറാണ്, ഒന്നുമില്ല. ഇതില് നിഫ്റ്റി 500 സ്റ്റോക്കാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. നിഫ്റ്റി 500 സെഗ്മെന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിഫ്റ്റി 500 എന്തുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്? എനിക്ക് ഇതിന് പകരം നിഫ്റ്റി 50 ആക്കാം, നിഫ്റ്റി 200 ആക്കാം, അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കുകളും നിഫ്റ്റിയിലുള്ള എല്ലാ സ്റ്റോക്കുകളും ആക്കാം, അല്ലെ BSEയിലുള്ളതാക്കാം. അങ്ങനെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, അതനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ നിഫ്റ്റി 500 എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റൽ അനുസരിച്ചാണ് ഈ സ്റ്റോക്കുകളെ കാറ്റഗറി ചെയ്തേക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ 500 കമ്പനികളാണ് ഇതിലുള്ളത്. ഇതിൽ മൊത്തം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതില് ബുള്ളിഷ് ഉള്ള സ്റ്റോക്കുകൾ ഉണ്ടോ എന്ന് മാനുവലി സെർച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ നിഫ്റ്റി 500 എന്ന് കൊടുത്തു. ഇനി ബുള്ളിഷ് ഉള്ള സ്റ്റോക്ക് കണ്ടെത്താനുള്ള ഏറ്റവും ബേസിക് റൂള് അതെന്തായിരിക്കണം? ഓപ്പൺ പ്രൈസിനെ കഴിഞ്ഞ് കൂടുതലായിരിക്കണം ക്ലോസ് പ്രൈസ്. അത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒരു സംഭവവും ഇല്ല. അപ്പൊ നമുക്ക് ഒരുപാട് സ്റ്റോക്കുകൾ കിട്ടും. കണ്ടോ, ലേറ്റസ്റ്റ് ഓപ്പൺ ലെസ് ദാൻ ലേറ്റസ്റ്റ് ക്ലോസ്. അതായത് കഴിഞ്ഞ വർക്കിംഗ് ഡേയിലുള്ള ഓപ്പൺ പ്രൈസ് ഏതോ അത് ചെറുതായിരിക്കണം, ക്ലോസിംഗ് പ്രൈസ് വലുതായിരിക്കണം, നിഫ്റ്റി 500 സ്റ്റോക്ക് ആയിരിക്കണം. ഇത് മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ നമ്മളിവിടെ റൺ സ്കാൻ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര സ്റ്റോക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. ഇവിടെ 9 എന്ന നമ്പർ കാണിക്കുന്നുണ്ട്. ഒരു റോയിൽ 25 സ്റ്റോക്കാണുള്ളത്. അപ്പൊ 9 × 25 നമുക്ക് ഏകദേശം കിട്ടുന്ന സ്റ്റോക്കുകളുടെ എണ്ണം 225 അതായത് ലാസ്റ്റ് പേജിൽ 25 സ്റ്റോക്ക് ഉണ്ടായില്ല. അതാണ് ഞാൻ ഏകദേശം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചത്. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫിൽറ്റേർഡ് 209 സ്റ്റോക്സ്. 209 സ്റ്റോക്കാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുള്ളിഷ് ഉള്ള സ്റ്റോക്ക് ഇതിൽ നിന്ന് കിട്ടും, ഒരു സംശയവും ഇല്ല, ഉറപ്പാണത്.
അപ്പം ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബുള്ളിഷ് ഉള്ള സൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, നല്ല നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഞാൻ ഏകദേശം 50 സ്റ്റോക്കുകൾക്ക് മുകളിൽ മാത്രമേ ഇപ്പൊ ചെക്ക് ചെയ്തിട്ടുള്ളൂ. ഇനിയും എനിക്ക് 150ഓളം സ്റ്റോക്കുകൾ ചെക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ ചെക്ക് ചെയ്യും. അപ്പം ഇത്രയും സ്റ്റോക്ക് ചെക്ക് ചെയ്തപ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ കിട്ടി. ഈ ബൽറാംപൂർ ചിനിയൊക്കെ നോക്കണം കേട്ടോ, ഷുഗർ സെക്ടർ, അതുപോലെ തന്നെ രേണുക ഷുഗർ, ഇതെല്ലാം ബുള്ളിഷ് ആണ്. അതൊക്കെ നോക്കി വെക്കുക. ഓക്കെ, അതൊക്കെ ഞാൻ പറ്റുമെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഇതിന്റെ കൂടെ അപ്ലൈ ചെയ്യേണ്ട ന്യൂസ് ഉണ്ട്. അപ്പൊ ന്യൂസിലേക്ക് ഞാൻ പോകുന്നില്ല, പുള്ളി ഈ ചാർട്ട് മാത്രം ഒന്ന് നോക്കിയിട്ട് കാര്യം പറയുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ബേസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുള്ളിഷാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. SBI കാർഡൊക്കെ ഇപ്പൊ കയറി പോയത് കണ്ടാണ്, ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. SBI കാർഡ് നമുക്ക് ലോങ് ടൈമിലേക്ക് വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ് എന്ന് പറഞ്ഞിട്ട്. അന്നേരം അത് ഇടിയുന്ന സമയമായിരുന്നു. ഇടിഞ്ഞിട്ട് ഇപ്പൊ കയറി പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ ന്യൂസ് ബേസ്ഡ് കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ വല്ലപ്പോഴും അത് ചെയ്യാറുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യണ്ടേ, ന്യൂസ് ഒക്കെ വായിക്കണം, അനലൈസ് ചെയ്യണം, അതിൽ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ടാറ്റ മോട്ടോഴ്സ് ഒക്കെ, ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ കൊറോമണ്ടൽ ഇന്റർനാഷണൽ, ഡോക്ടർ റെഡ്ഡീസ്, ഇനിയും ഏതൊക്കെയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് പക്ഷെ മസ്തി ഒന്നോ വല്ലതൊക്കെ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ്. ഞാൻ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം കേട്ടോ, സപ്പോർട്ട് വേണേ. സപ്പോർട്ടൊക്കെ കുറയുന്നതുകൊണ്ടാണ് അതൊക്കെ ചെയ്യാതെ വിടുന്നത്. അപ്പൊ നമുക്ക് ഇത്ര സ്റ്റോക്കുകൾ കിട്ടി. ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർട്ട് കണ്ട സ്റ്റോക്കുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കാരണം എനിക്കത് ഇൻഫോർമാറ്റീവ് ആയിട്ട് തോന്നി. നിങ്ങൾക്കും അത് അങ്ങനെ തോന്നുകയാണെങ്കിൽ ആ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നല്ല പറയുന്നത്, അത് നമ്മൾ തന്നെ എടുക്കേണ്ട ഡിസിഷനാണ്. പക്ഷെ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് യൂസ് ആകും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ ചാർട്ടുകളിലേക്കൊക്കെ ഒന്ന് പോകാം. കുറച്ചേ ഉള്ളൂ, മാക്സിമം നേരത്തെ തന്നെ നിർത്താൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും സ്റ്റോക്കുകളാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടിയേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങണോ അവസാനം തൊട്ട് തുടങ്ങണോ? അവസാനം തൊട്ട് തുടങ്ങാം. VST ഇൻഡസ്ട്രീസ്. ഈ സ്റ്റോക്കിന് എന്താണ് പ്രത്യേകത? ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനൊന്ന് സൂം ചെയ്യാം. ഒരുപാട് സൂം ആയി പോയി, എത്രയും വേണ്ട. ഓക്കെ, ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ഉള്ള സ്റ്റോക്ക് അല്ലേ? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും ട്രേഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് ബുള്ളിഷ് ട്രെൻഡ് ഉള്ള സ്റ്റോക്കാണ് അല്ലേ? ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ഉള്ള സ്റ്റോക്കാണ്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ ക്യാൻഡിലിന് മുകളിലായിരിക്കും. ഇതുപോലെ ബുള്ളിഷ് അപ്പിയർ ആയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ഇത് ഇടിഞ്ഞു പോകും, നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് പോവുകയും ചെയ്യും. പിന്നെയും ഇത് ഒരുപാട് നാളുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. അവിടേക്ക് വന്ന് വീണ്ടും നമ്മളത് കോസ്റ്റിനെ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും അത് താഴേക്ക് തന്നെ പോയിട്ട് ഇങ്ങനെ പോകും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റോക്കിൽ സപ്പോർട്ടിലായിരിക്കണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ല എങ്കിൽ സപ്പോർട്ടിന് അടുത്ത് എവിടെയെങ്കിലും, അതുമല്ല എങ്കിൽ വേറെ ചാർട്ടുകൾ വരുന്നുണ്ട്, അതിൽ ഞാൻ മറ്റു മാർഗങ്ങൾ വിശദീകരിക്കാം. ഇതിലിപ്പം ഇവിടെ ഈ പരിസരത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സപ്പോർട്ട് എവിടെയാണ്. സപ്പോർട്ട് ഏകദേശം ഇവിടെയാണ് അല്ലേ? ഇവിടെ ഇപ്പൊ കർസർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്താണ് സപ്പോർട്ട്. ഈ ഭാഗത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെയൊക്കെ താഴെ സ്റ്റോക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ എടുത്തു നോക്കിയേ, എത്രത്തോളമാണ്? ഏകദേശം 3100 മുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പം നിൽക്കുന്നത് 3463-ലാണ്. നല്ലൊരു പ്രോഫിറ്റ് തന്നെ അവിടെ ഉണ്ടല്ലേ? പലരും പറയുന്നുണ്ട്, ഞാൻ ഈ പഴയ ചാർട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലേ? തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എല്ലാവരും ചെയ്യുന്നില്ല. എല്ലാവർക്കും സ്പൂൺ ഫീഡിംഗ് ആണ് വേണ്ടത്. അത് ഞാൻ തെറ്റ് പറയുന്നില്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അത് തെറ്റ് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പം ഒരുപാട് ടൈം ആവശ്യമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ പല ജോലിയോ കാര്യങ്ങളോ ഒക്കെ ആയിട്ടും കുടുംബത്തിന്റെ കാര്യമൊക്കെ ആയിട്ടും നമുക്ക് ആ ടൈം കിട്ടാറില്ല. അതുകൊണ്ടാണ് മെജോറിറ്റി ആൾക്കാർ സ്പൂൺ ഫീഡിങ് ആവശ്യപ്പെടുന്നതെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം ഞാൻ അതിനെ തെറ്റ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് നേരമെങ്കിലും ഉള്ള ഈ വീഡിയോ നിങ്ങൾക്ക് അതുപോലുള്ള ഇൻഫോർമേഷൻസ് പകർന്നു തരട്ടെ, അല്ലെങ്കിൽ അതുപോലുള്ള സ്റ്റോക്കുകൾ നിങ്ങളുടെ കണ്ണിൽ പെടട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടൈമിനെ മാനിക്കുന്നു. നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സാധ്യമാണോ? ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ലാസ്റ്റ് അപ്പിയർ ആയിട്ടുള്ള 3 ക്യാൻഡിൽസ് എടുക്കുക, അതിന്റെ ലോ എടുക്കുക. ഇവിടെ ഇപ്പം കുറച്ച് ചെറുതാണ്, ഞാനൊന്ന് സൂം ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ നോക്കുക, ഇതിങ്ങനെ ഹയർ ഹൈ പോലെ അല്ലെ? ഹയർ ഹൈ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഹയർ ഹൈ തന്നെയാണ്. നമുക്ക് ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ക്യാൻഡിലിന്റെ ലോ അല്ല ഈ ക്യാൻഡിലിന്റെ ലോ, അതിന്റെ ലോ അല്ല ഈ ക്യാൻഡിലിന്റെ ലോ, ഓരോ ലോയും മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ്.
ഈ സ്റ്റോക്കിന്റെ ഓവറോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓവറോൾ ഇതൊരു ബുള്ളിഷ് ട്രെൻഡുള്ള സ്റ്റോക്കാണ് എന്ന് നമുക്ക് മനസ്സിലായി. നിഫ്റ്റിയുടെ കറക്ഷനിൽ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് വന്നിട്ട് സ്റ്റോക്ക് ഇതാ ഇങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഓവറോൾ ട്രെൻഡ് ഈസ് ബുള്ളിഷ്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രെൻഡും ബുള്ളിഷ് ആകാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. കണ്ടോ, ഇവിടെ ഒരു സാധ്യത നമുക്ക് കാണാൻ പറ്റും. അത് ഇതിനു മുമ്പ് അപ്പിയർ ആയിട്ടുണ്ട്. ദാ ഇവിടെ നോക്കുക, അതുപോലെ തന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയതാണ്. എന്ന് വെച്ച് ഒരു ക്യാൻഡിൽ ഒരു തുള്ളി ലോ പോയെന്ന് ഓർത്തൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം യൂണിവേഴ്സൽ ലോ അല്ല ഇത്. യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്ന ഒരു ലോ എനിക്ക് തോന്നുന്നില്ല ഷെയർ മാർക്കറ്റിലുണ്ടെന്ന്. ഇവിടെ നോക്കുക, ഇവിടെയും അതുപോലെ തന്നെ അപ്പിയർ ആയിട്ടാണ് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ അത്രയും വിസിബിൾ ആയില്ല, അതിന് മുമ്പേ കയറിപ്പോയി. പക്ഷെ ഇവിടെ സാവധാനം ഇത് വിസിബിൾ ആയിട്ടാണ് ഇത് മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. ഇങ്ങനെ ഒരു മെത്തേഡ് നമുക്ക് ചാർട്ടുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയും അത് തന്നെ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ചെറിയ മുകളിലേക്ക് ഒരു കുരുപ്പ് ഇങ്ങനെ വന്നിട്ടാണ് ഇത് മുകളിലേക്ക് കയറിപ്പോയിരിക്കുന്നത്. സോ അതിവിടെ അപ്പിയർ ആകുന്ന ശ്രമത്തിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കഴിഞ്ഞും ബെറ്റർ ഇതുപോലുള്ള ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇതുപോലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുമ്പോഴത്തേനും കയറി അങ്ങ് പോകും. ഓക്കെ, നമുക്ക് സുഖമായിട്ട് അതിനെ മണ്ടയ്ക്ക് നിന്ന് തന്നെ എല്ലാവരും വാങ്ങുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങിപ്പോകാനും പറ്റും. അടുത്ത ചാർട്ട് നോക്കാം. ഇത് ടെക് മഹേന്ദ്രയുടെ മന്ത്ലി ചാർട്ടാണ്. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ ഡെയിലി ചാർട്ട് വേണം. ഇത് ടെക് മഹേന്ദ്രയുടെ ഡെയിലി ചാർട്ടാണ്. കണ്ടോ, ഈ സ്റ്റോക്ക് നോക്കിക്കേ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം എല്ലാം കഴിഞ്ഞു. അതിലൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട് ലോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എക്സാക്ട് ഹൈയിൽ പോയിട്ട് ഡി ഇൻവെസ്റ്റ് ചെയ്യാനോ നമ്മളെ കൊണ്ടോ ആരെ കൊണ്ടും സാധിക്കുന്ന കാര്യമില്ല. അപ്പൊ ഈ സ്റ്റോക്കിൽ നല്ല ഒരു മോഡിലേക്ക് മൊമെന്റം കാണുന്നു. ഇവിടെ നോക്കിയേ, ഒരു ഗ്യാപ്പ് അപ്പ് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ടൈമിലേക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. കാരണം ചാർട്ട് ബുള്ളിഷ് ആണ്. അപ്പോൾ ഈ സ്റ്റോക്കും ഇനിയും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. റെസിസ്റ്റന്റ് എന്ന് പറയുന്ന ഏകദേശം ആ ഏരിയയിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷെ ഏറ്റവും വലിയ ഒരു റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് 840 തന്നെയാണ്. അത് 52 വീക്ക് ഹൈ ആണ്. ഇത് ഡെയിലി ചാർട്ടാണ്, 1 ഇയർ ചാർട്ടാണ്. ഇനി ഇതിന്റെ ഞാൻ ചുമ്മാ ഒന്ന് മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കി. വളരെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മന്ത്ലി ചാർട്ടിൽ സപ്പോർട്ട് കിട്ടിയാൽ കമ്പനിക്ക് മറ്റ് നെഗറ്റീവ് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അതായിരിക്കും അതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. അപ്പൊ ഇതിന്റെ ഒരു മന്ത്ലി ചാർട്ട് എടുത്തപ്പോൾ എന്തോ ഒരെണ്ണം കണ്ണി കണ്ടു. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് മന്ത്ലി ചാർട്ടാണ് കേട്ടോ, ഓൾ ഡേറ്റ മന്ത്ലി ചാർട്ടാണ്. ഒരു സപ്പോർട്ട് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കേണ്ടത് എവിടെയാണ്? അതിന്റെ ഏറ്റവും അടുത്ത് ഏത് പ്രൈസിലാണോ ആ സ്റ്റോക്ക് വന്നിട്ട് മുകളിലേക്ക് പോയത്, ആ പ്രൈസാണ് അതിന്റെ സപ്പോർട്ട്. ഈ ചാർട്ടിൽ നോക്കിക്കേ, അങ്ങനെയാണെങ്കിൽ ഇതല്ലേ ഇതിന്റെ സപ്പോർട്ട്? ഇവിടെയാണ് ഇതിന്റെ സപ്പോർട്ട്, ഈ ചാർട്ടിന്റെ സപ്പോർട്ട്. പക്ഷെ ഈ സപ്പോർട്ടിൽ എടുത്തിരുന്നെങ്കിലും നമുക്കിപ്പോ പ്രോഫിറ്റ് ആട്ടോ, കണ്ടില്ലേ മുകളിലാണ്. ഓക്കെ, ഈ സപ്പോർട്ടിൽ എടുത്തിരുന്നെങ്കിലും പ്രോഫിറ്റ് ആണ്. അത് പോട്ടെ, നമ്മൾ എന്തുകൊണ്ട് ഇവിടെ സപ്പോർട്ട് എടുത്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ എടുത്തില്ല എന്നുള്ളത് ഉത്തരം വളരെ ഈസിയാണ്. കൊറോണ കാരണം മാർക്കറ്റ് ക്രാഷായി, എല്ലാ സ്റ്റോക്കും ക്രാഷായി. ഈ സമയത്ത് നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് റിക്കവർ ചെയ്യുമ്പോഴല്ലേ നമ്മൾ എടുക്കണ്ടേ. മന്ത്ലി ചാർട്ടിൽ ഒരു ക്യാൻഡിൽ ബുള്ളിഷ് വന്നത് ശ്രദ്ധിക്കുക. ഡെയിലിയിലും ഇത് ചെക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നു എങ്കിൽ എത്രത്തോളം പ്രോഫിറ്റ്, നമുക്ക് ഹ്യൂജ് വെൽത്ത് ക്രിയേഷന് പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ് കേട്ടോ ഷെയർ മാർക്കറ്റ്. അതുകൊണ്ടാണ് എനിക്കിതിനെ ഭയങ്കര ഇഷ്ടവും. ഞാൻ ഈ ഹ്യൂജ് പ്രോഫിറ്റ് ഒന്നും ബുക്ക് ചെയ്യുന്നില്ല, എന്നാൽ പോലും ഞാൻ പ്രോഫിറ്റിലാണ്. അപ്പോൾ അതുപോലെ സ്നേഹമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മാർക്കറ്റ് വിടാതെ പിടിക്കുന്നത്. എൻ്റെ കൂടെ മാർക്കറ്റിൽ വന്ന ഒരുപാട് പേരുണ്ട്, അത് കഴിഞ്ഞ് വന്നവരുണ്ട്, കുറേ പേര് എൻ്റെ സൗഹൃദങ്ങളിലൊക്കെ മിസ്സായ ആൾക്കാർ ഒരുപാട് പേരുണ്ട്, മാർക്കറ്റ് ഉപേക്ഷിച്ച് പോര്. അപ്പോഴൊക്കെ നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കുന്നു, നല്ല നഷ്ടം വന്നിട്ട് നമ്മൾ ഈ മാർക്കറ്റിൽ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് ലാഭത്തിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ലാഭത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. മന്ത്ലി തന്നെ ഒരുവിധം നല്ല റിട്ടേൺ, നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് കേട്ടോ റിട്ടേൺ കിട്ടുള്ളൂ. ഞാൻ ഇൻട്രാഡേ ഒന്നും ചെയ്തിട്ടല്ല പൈസ ഉണ്ടാക്കുന്നത്. ഓക്കെ, അല്ലാതെ ഈ സ്വിംഗ് ട്രേഡിങ് ഈ സംഭവം തന്നെ ചെയ്തിട്ടാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഹോൾഡിങ്ങിലുള്ള സ്റ്റോക്ക് വിറ്റിട്ട് തിരിച്ചു വാങ്ങുന്ന മെത്തേഡും കാര്യങ്ങളും ഉണ്ട്. ഞാൻ പല വീഡിയോകളിലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് മെയിൻ ആയിട്ടൊരു ഇൻകം ആയിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, എനിവേ നമുക്ക് ഈ സപ്പോർട്ടിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അന്നൊക്കെ എടുക്കണേ, ഞാനും എടുത്തിട്ടില്ല. കാരണം പേടിയാണ് ആ സമയത്ത്, കൊറോണ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞാലുള്ള സപ്പോർട്ട് ഏതാ? ഇത് ഡബിൾ ബോട്ടം ആണ് കേട്ടോ. ഇവിടെ വന്നു ഡബിൾ ബോട്ടം ആണ്. അത് കഴിഞ്ഞാലുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതൊരു റെസിസ്റ്റൻസ്. ഏറ്റവും അടുത്തുള്ള, ഞാൻ പറയുന്നത് ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ഏറ്റവും അടുത്ത് ഏത് പ്രൈസിൽ വന്നിട്ടാണോ സ്റ്റോക്ക് താഴേക്ക് പോയത് അതാണ് ഇനി വരുന്ന റെസിസ്റ്റന്റ്. ഇവിടെ അത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും, ഇവിടെ ഇത് റെസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ വര മോളി വരയ്ക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് മോളി വരയ്ക്കാതിരുന്നേ? അതിന്റെ കാരണം ഏറ്റവും അടുത്തുള്ള എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് പല ചാർട്ടുകളിലും വിസിബിൾ ആണ്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു തീരുമാനത്തിലെത്തിയത്. ഏറ്റവും അടുത്തുള്ള ഹൈ, ഏറ്റവും അടുത്തുള്ള ലോ, അതാണ്
ഇനി വരുന്ന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റന്റ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് കാണാൻ പറ്റും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ സപ്പോർട്ടാണ്. 350 ലെവലിലാണ് ഈ സപ്പോർട്ട്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് 350 വരട്ടെ, അവിടെ ആ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുള്ളൂ അല്ലെ. അതേസമയം ഈ സാധനം ഇവിടെ വന്നിട്ട് ആ വിലയൊക്കെ താന്നു പോകുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ആ ഫ്ലോയിൽ തന്നെ ഇവിടുന്ന് വാങ്ങിയായിരുന്നെങ്കിൽ നമ്മൾ ഇതൊരു മാസത്തെ ക്യാൻഡിലാണ് കേട്ടോ. അടുത്ത മാസം നമ്മൾ അടുത്ത മാസം മോളിൽ പോയി, ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏകദേശം മോളിൽ തന്നെയാണ്. അതാണ് സപ്പോർട്ടിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ദിവസങ്ങൾ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ അത് കണ്ടോണ്ടിരിക്കണം, ലോസ് കണ്ടോണ്ടിരിക്കണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ. അത് മുകളിലേക്ക് കയറി വന്ന് ഈ ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഡെയിലി ക്യാൻഡിലിൽ അപ്പിയർ ആവുള്ളൂ, മന്ത്ലിയിൽ അപ്പിയർ ആവില്ല. അപ്പൊ ഈ മന്ത്ലി ചാർട്ടിൽ ഈ ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ടെക് മഹേന്ദ്രയുടെ ചാർട്ട് എടുത്ത്. അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലെ. ഏറ്റവും അടുത്തുള്ള ഹൈ ഇവിടെ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതായിരിക്കും കേട്ടോ. ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ ഇവിടെ മാറി ഈ സ്ഥലത്ത് ഈ സ്റ്റോക്ക് എത്തി. അത് ഈ ക്രാഷ് ഉള്ളതുകൊണ്ട് എത്തിയാണ്, അല്ലെങ്കിൽ എത്തൂല. ഈ ഒരു കൊറോണ വന്നുകൊണ്ട് ഇവിടെ എത്തിയതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നോക്കുന്ന ഏറ്റവും ലോ ഏതാണ്? ലോ ഇതാണ് ലോ. അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് ഏതാണ്? അത് നേരത്തെ ഹൈ ആണ് സപ്പോർട്ട്, അത് ഇതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ വര വരച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ചാർട്ടിലേക്ക് പോവാം. സിൻജിൻ. ഓക്കെ, സിൻജിൻ എന്ന് പറയുന്ന ഈ ചാർട്ടില് ഇതില് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ? സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. കാരണം ഇവിടുന്ന് ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഈ സ്റ്റോക്ക് മുകളിലേക്ക് കണ്ടോ, ഇവിടുന്ന് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഇവിടുന്ന് പോയത്? ഇതിന് വേറെ എവിടുന്നേലും പോയിക്കൂടായിരുന്നോ? ഇത് ഇവിടുന്ന് പോയത് കാരണം ഇവിടെ ഈ സ്റ്റോക്കിന്റെ ഈ ജേർണി എടുക്കുക, കർസർ പോകുന്ന നോക്കുക, ഈ ജേർണി ഇത് നമുക്ക് മനസ്സിലായി സ്റ്റോക്ക് ബുള്ളിഷ് ആണ് അല്ലേ? ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ അല്ല, ഇവിടെ പോട്ടെ, ഇത് ഫ്ലാറ്റ് ആണ്, ഇത് ഇവിടെ ഫ്ലാറ്റ് ആണ്. അപ്പൊ നമ്മളൊരു ഷോർട്ട് ടൈമിലേക്കാണെങ്കിലും ലോങ് ടൈമിലേക്കൊക്കെ, ലോങ് ടൈം ഞാൻ ഇവിടെ വിടുന്നു. ഷോർട്ട് ടൈമിലേക്ക് നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് 1 ഇയറിന് താഴെയുള്ള ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഷോർട്ട് ടൈം ആയിട്ടാണ് പരിഗണിക്കുക കേട്ടോ. നമുക്ക് ചിലപ്പോൾ അടുത്ത ദിവസം അടുത്ത ആഴ്ച പ്രോഫിറ്റ് കിട്ടിയേക്കാം, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് 1 ഇയറിന് താഴെയുള്ളതെല്ലാം ഷോർട്ട് ടൈം ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ ഷോർട്ട് ടൈമിലേക്ക് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ആ സ്റ്റോക്ക് ബുള്ളിഷ് ട്രെൻഡിൽ ആയിരിക്കണം. പിന്നെ അത് താഴേക്ക് പോയാൽ നമ്മുടെ വിധി. ഇതിപ്പം ഞാനിങ്ങനെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ പറയുന്നുള്ളൂ, കാരണം എനിക്ക് ഇതിൽ നിന്നൊക്കെ ഓരോ ലെസൺസ് കിട്ടുന്നുണ്ട്. ഇതനുസരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വെച്ചിട്ട്, കുറെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്കത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഉറപ്പുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുകയല്ല, കാരണം എല്ലാവരും ഒരേപോലത്തെ മനുഷ്യരല്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരിതൊന്നുമില്ല. എനിക്കത് അത്രത്തോളം ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ടൈം പാസിന് വേണ്ടിയല്ല ചെയ്യുന്നത്. അപ്പൊ അതാ ഇവിടെ നല്ല ബുള്ളിഷ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് നോക്കാം സപ്പോർട്ട് എവിടെ, നമ്മൾ സപ്പോർട്ട് തേടി നടക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ചുമ്മാ എടുത്തത് മാത്രമേ ഉള്ളൂ, കാരണം ഇത്രയൊക്കെ ബുള്ളിഷ് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുകയാണെങ്കിൽ ഇതാണ് സപ്പോർട്ട്, നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റൗണ്ട് ഫിഗറുകളെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാറുണ്ട് നോർമലി. റൗണ്ട് ഫിഗർ, അതായത് 400 എന്ന് പറയുന്ന ലെവല് ഇവിടെ നോക്കുക. 400 ടച്ച് ചെയ്യുന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, ടച്ച് ചെയ്ത് കാണണം, ടച്ച് ചെയ്തോ ഇല്ലയോ എന്തായാലും ആയിക്കോട്ടെ. ഈ 400 എന്ന് പറയുന്ന അല്ലെങ്കിൽ റൗണ്ട് ഫിഗർ 400, 500, 450 അങ്ങനെയുള്ള റൗണ്ട് ഫിഗറുകൾ 1000, 2000, 5000, 10000 ഇങ്ങനെയുള്ള റൗണ്ട് ഫിഗറുകളെ കൂടുതലായിട്ട് ഇത് റെസ്പെക്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഇതൊരു ബുള്ളിഷ് ആണ്. നമുക്ക് എവിടെ എൻട്രി ചെയ്യണം എന്ന് വെച്ചാൽ ഈ സ്ഥലത്താണെങ്കിൽ ഇവിടെ, ഇതിന് പുറകിലാണ് വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ, വേറെ സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത ചാർട്ടുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ ഈ 400ന്റെ ഇവിടെ ഇപ്പൊ ഞാനോ നിങ്ങളോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇവിടെയാണ് അത് എടുത്തിരിക്കുന്നത്, സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇതിവിടെ കിടന്ന് കളിച്ച് കണ്ടല്ലോ, ഇത്രയും കളിച്ചിട്ട് ഇത് ഇത്രയും മുകളിലേക്ക് പോയി കണ്ടോ. ഇത് ഏത് ലെവലാണ്? 400 ലെവലിൽ കളിച്ചിട്ട് ഈ സ്റ്റോക്ക് 460, 480ന്റെ അടുത്തേക്ക് പോയി കേട്ടോ. ഇനിയാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പാഠമുണ്ട്. നല്ല ബുള്ളിഷ് കാണിക്കുന്ന സ്റ്റോക്കുകളിൽ മാത്രം നമ്മൾ ഏകദേശം അതിന്റെ സപ്പോർട്ട് ലെവലിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് നല്ല ഒരു മൂവ്മെന്റ് ഇവിടെ കാണിച്ചു. ഇനി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എങ്കിൽ ഈ ലെവലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ താഴെയൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും, അവിടെയൊക്കെ വരച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലേ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ആ സ്റ്റോക്ക് പോട്ടെ എന്ന് വിചാരിക്കണം, പിന്നെ കയറി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, പോട്ടെ എന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പം അടുത്ത ഒരു ചാർട്ട് നോക്കാം. ഓരോ ചാർട്ടും ഓരോ ലെസൺ ആണ് കേട്ടോ. പെന്നി സ്റ്റോക്ക് ആണ്, സുസ്ലോൺ എനർജിയാണ്.
അപ്പോൾ പെന്നി സ്റ്റോക്കുകളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? നമ്മുടെ ക്യാഷ് മൊത്തം കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? അങ്ങനെയല്ല. പെന്നി സ്റ്റോക്കിൽ വളരെ ചെറിയ എമൗണ്ട് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ 10% ഒക്കെ പെന്നി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, എനിക്ക് തോന്നി അത്രയൊക്കെ മതി പെന്നി സ്റ്റോക്കിൽ. അപ്പൊ ഇതൊരു പെന്നി സ്റ്റോക്കാണ്. ഇതിന്റെ ജേർണി നോക്കുക. ഇങ്ങനെ ഇനി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇതിൽ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ പോകുന്ന നോക്കുക. യുസി ഒക്കെ അടിച്ചു പോകും. യുസി അടിക്കുന്ന സ്റ്റോക്കുകൾക്ക് LC അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, LC ഒക്കെ ഇവിടെ അടിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ അടിക്കുന്നുണ്ട് LC. അപ്പൊ യുസി അടിക്കുന്നതിന് LC അടിക്കാനുള്ള സാധ്യതയുണ്ട്. there is a റിസ്ക് ഉണ്ട്. ഇതിന് മറ്റൊരു ഉദാഹരണമുണ്ട്. അദാനി ഗ്രീൻ എന്ന് പറയുന്ന വലിയ കമ്പനി കേട്ടോ, അദാനി ഗ്രീൻ. അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തു കഴിഞ്ഞാൽ വളരെ മുകളിലേക്ക് പോയി, അത് കഴിഞ്ഞ് ഇടിഞ്ഞു, വീണ്ടും അത് അപ് ട്രെൻഡിലേക്ക് കാണിക്കുകയാണ്. എന്റെ ചാർട്ടിൽ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയാത്തത്. എനിവേ, അദാനി ഗ്രീൻ എന്ന് പറയുന്ന സ്റ്റോക്കും യുസി അടിച്ച് പോയിട്ട് പിന്നെ LC അടിച്ച് വീണ്ടും മുകളിലേക്ക് പോകുന്ന ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പം ഈ സുസ്ലോൺ എനർജി എന്ന് പറയുന്ന ഈ സ്റ്റോക്കിൽ വേണമെങ്കിൽ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ ആയിക്കൂടെ? കാരണം സപ്പോർട്ടാണ്. കണ്ടോ, ഇതാണ് സപ്പോർട്ട്, എക്സാക്ട് സപ്പോർട്ട്. കണ്ടോ, ഈ സപ്പോർട്ട് ഇത് എക്സാക്ട് അല്ല, സ്ട്രോങ് സപ്പോർട്ട്. ഇത് നമുക്ക് എക്സാക്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് ഇത് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതൊരു സപ്പോർട്ട് എന്ന് പറയാം. 4.2 4 രൂപ 20 പൈസ സപ്പോർട്ടാണ്, ഒരു സംശയമില്ല. പിന്നെ അതുപോലെ തന്നെ സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുമ്പോഴോ, സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇത്, കാരണം ഇവിടെ എത്തിയിട്ടാണ് ഇത് ഇവിടം വരെ പോയത്. അപ്പോൾ സ്ട്രോങ് സപ്പോർട്ടൊക്കെ കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ലേ? കൂടുതൽ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ, അതാണ്. എവിടെ എത്തിയിട്ടാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് നടത്തിയേക്കുന്നത്, അതാണ് അതിന്റെ സ്ട്രോങ് സപ്പോർട്ട്. പിന്നെ അടുത്തായിരിക്കണം എന്നുള്ള മറ്റൊരു റൂള് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ട്രോങ് സപ്പോർട്ട്. ആ സ്ട്രോങ് സപ്പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ അവസ്ഥ നോക്കിയേ, കയറി പോയി അല്ലേ? 3.80 താഴെയാണ്, ഒരുപക്ഷെ 3.70 ആയിരിക്കാം അല്ലെ? 4.20 മുകളിലേക്ക് കയറി പോയി. പക്ഷെ ഇത് ചെറിയ വ്യത്യാസമാണെങ്കിലും പെർസെന്റേജ് വൈസ് വരുമ്പോൾ ഇത് ഭയങ്കര വ്യത്യാസം കേട്ടോ. ഇതിപ്പോ ഒരു 5 രൂപ റേഞ്ചിലുള്ള സ്റ്റോക്ക് ആണെങ്കിലും 1 രൂപ വ്യത്യാസം വരുമ്പോൾ 20 1 രൂപ 20 5 × 20 അല്ല 100. അപ്പൊ 20 ഇരട്ടിയാണ് വ്യത്യാസം വരിക. അതായത് 20% പ്രോഫിറ്റ് ആണ് വരിക കേട്ടോ. അപ്പൊ ഇത് വലിയൊരു ഇതാണ്. എനിവേ, ഈ സ്റ്റോക്ക് ഞാൻ വലിയ കാര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എനിക്കൊരു സപ്പോർട്ട് ലെവലിൽ കണ്ടു, അങ്ങനെ ഒരു ബുള്ളിഷ് ഒക്കെ ഇവിടെ അപ്പിയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് മാത്രം. പെന്നി സ്റ്റോക്ക് ആയിട്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അതിൽ പറയുന്നില്ല. ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിലും ചെറിയ തുക മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. രാജേഷ് എക്സ്പോർട്ട്. കണ്ടോ, ഇത് മന്ത്ലി ആയിരിക്കുമല്ലോ ചാർട്ട്. ഇത് മന്ത്ലി ചാർട്ടാണ് കേട്ടോ. ഈ മന്ത്ലി ചാർട്ടിലെ സപ്പോർട്ടാണ് ഞാൻ വരച്ചേക്കുന്നത്. ഈ സപ്പോർട്ട് എടുത്തായിരുന്നു. ഈ സപ്പോർട്ട് എടുത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് അത് ഏകദേശം 550 അല്ലേ, 550 നിന്ന് 650 വരെ അത് പോയിട്ടുണ്ട്. ഇവിടെ ക്യാൻഡിൽ കാണാൻ പറ്റും, പോയിട്ടുണ്ട്. ആ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നിഫ്റ്റി ക്രാഷിന്റെ സമയത്തായിരിക്കാം. എനിവേ, ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നോക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പൊ നിഫ്റ്റി ക്രാഷ് ഒക്കെ കഴിഞ്ഞ് മുകളിലേക്ക് വരും. ഇപ്പം നോക്കാം. ഇപ്പം എന്താ നോക്കിക്കേ, ഇവിടെ എത്തിയിട്ട് ഇതാണ് സ്ട്രോങ് സപ്പോർട്ട്. ഇവിടുന്ന് തൊട്ടേ അത് ബുള്ളിഷ് ഇപ്പൊ കാണിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, ഇവിടുന്ന് ഇത് കാണിക്കാൻ തുടങ്ങി. ഇനി ഇതിന്റെ ഡെയിലി ചാർട്ടാണ് ഇനി നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ നോക്കണമല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ ചെറിയ ചാർട്ട് നോക്കണം. മന്ത്ലി ചാർട്ടിൽ അടിപൊളിയാണ്, നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുള്ള സ്റ്റോക്കാണ്. ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അടുത്തത് ഇവിടെയാണ് സപ്പോർട്ട്. ഇവിടെ വരുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. എനിവേ, സപ്പോർട്ടിനടുത്താണ് സ്റ്റോക്ക് നിൽക്കുന്നത്. നമ്മൾ ഡെയിലി ചാർട്ട് ഒന്ന് നോക്കാം. ഡെയിലി ചാർട്ട്, ഈ ഡെയിലി ചാർട്ടിൽ നോക്കിക്കേ, ഈ സ്റ്റോക്ക് ഇതാ ഇങ്ങനെ എത്തി. ഈ റാ എന്ന് പറയുന്ന ഒരു അക്ഷരം, ഇതിപ്പം റായല്ല, ഈ റാ തലതിരിച്ചു വെച്ച സാധനമാണ്. ഇങ്ങനെ വരും കേട്ടോ. ഈ റാ ഇങ്ങനെ, ഇതാണല്ലോ റാ, അത് തലതിരിച്ചു വെച്ചാണ്. റാ ബിയറിഷും റാ തലതിരിച്ചു വെച്ച് ബുള്ളിഷും. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച വേർഡും കാര്യങ്ങളുമാണ്. ഞാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഞാനായിരിക്കില്ല, ഞാൻ ചാർട്ട് നോക്കിയപ്പോൾ തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇനിയിപ്പോ മുകളിലേക്കാണോ ഈ സ്റ്റോക്ക്? കണ്ടോ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയ കുനിപ്പ് തിരിച്ചിട്ടുള്ള സംഭവം, അത് ചെറിയ സാധനം ഇവിടെ വന്നിട്ടില്ലേ? അപ്പൊ ആ ചെറിയ സ്പാനർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ബുള്ളിഷ് അത് കാഴ്ച വെച്ചിട്ടുണ്ട്. നല്ലൊരു മൂവ്മെന്റ്, അത് ക്രാഷ് കഴിഞ്ഞിട്ട് വന്ന നോക്കണ്ട. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റിക്കവർ ആകുന്നുണ്ട്. ഈ സ്റ്റോക്കുകളിൽ വലിയ വലിയ ക്യാൻഡിലുകൾ ഇടയ്ക്കിടയ്ക്ക് അപ്പിയർ ആയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇതിപ്പം ഒരു വർഷത്തെ ചാർട്ടേ ഉള്ളൂ. അപ്പം ഒരു വർഷത്തെ, അതായത് മന്ത്ലി ചാർട്ട് എടുക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ പോട്ടെ. ഇത് കണ്ടോ, പണ്ട് ആരോ പറഞ്ഞ ഒരു വിവരം ഞാൻ പറയുകയാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി. ഓപ്പറേറ്റർ പ്ലേ ഉള്ള ഒരു സ്റ്റോക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഓപ്പറേറ്റർ പ്ലേ ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലാഭം കിട്ടിയാൽ മതി അല്ലേ? അപ്പം ഇതൊരു മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ? എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഇത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറയുന്നത് ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടല്ല, അതിനു മുമ്പ് അതിനുള്ള സാധ്യതയുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്ന് പോകുമെന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വലിയൊരു ക്രാഷ് ഒന്നും ഈ സ്റ്റോക്കിൽ അങ്ങനെ കാണുന്നില്ല. ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാലും അറിയാൻ പറ്റും.
ഒരു പക്ഷേ ഓപ്പറേറ്റർ പ്ലേ എന്ന് ആൾക്കാർ ഉദ്ദേശിച്ച് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഇതിപ്പോ നിഫ്റ്റി ക്രാഷ് ആയപ്പോൾ അതിനു മുമ്പ് ഇത് താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ, കണ്ടോ, അതിന് മുമ്പ് പോയിട്ടുണ്ട്, ക്രാഷിന് മുമ്പ് പോയിട്ടുണ്ട്. ഇതായിരിക്കാം ക്രാഷ്. ഡെയിലി ചാർട്ട് അല്ലേ. അപ്പോൾ ഇതിലേതാന്ന് അറിയത്തില്ല. ഇവിടെയൊക്കെ നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നോക്കി, ഇതല്ലേ സപ്പോർട്ട്. ആ സപ്പോർട്ടിൽ എത്തിയിട്ട് ഇത് പോക്ക് നോക്കിയ റോക്കറ്റ് എവിടുന്നല്ലേ 520 ലെവലിൽ നിന്ന് 660 മുകളിൽ 60 തൊട്ടടുത്ത്. അതും എന്തും 2 ദിവസം കൊണ്ടോ, ഒറ്റ ദിവസം കൊണ്ട് പോയതാ ഇത്. രണ്ടാമത്തെ ദിവസം കൊണ്ട് ഇത്. എന്ത് റിട്ടേൺ അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള സ്റ്റോക്ക് ആ റിട്ടേൺ എടുക്കുക, ഇറങ്ങി ഓടിക്കോളുക, പിന്നെയും ചാൻസ് കിട്ടിയാൽ കയറിക്കോളുക, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ആൾക്കാരിങ്ങനെ പറയുന്നുള്ളൂ, ചിലവർ എന്നോട് പറഞ്ഞതാണ്, അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇവിടെ ആ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ബുള്ളിഷ് ക്യാൻഡിൽ അപ്പിയർ ആകുന്ന സ്റ്റോക്കുകളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലെ ബുള്ളിഷ് ആകുന്ന സ്റ്റോക്കുകൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുക? ഇവിടെയല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇവിടെയല്ലേ ചെയ്യുക, ഇവിടെ അല്ലല്ലോ ചെയ്യണ്ടേ. സപ്പോർട്ട് റെസിസ്റ്റന്റ് എന്ന് പറയുന്ന ടൂള് വളരെ പ്രധാനപ്പെട്ടാണ്, വളരെ സ്ട്രോങ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചതിന് കാരണം ഇതൊക്കെയാണ്. അപ്പോ ഇവിടെ ഇങ്ങനെ കയറി പോകുന്നുണ്ടേ. ഇത് പണ്ട് ഇങ്ങനെ പോയതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ അധികം നാളൊന്നും ആയിട്ടില്ല, ഏതാനും മാസങ്ങൾ, 2-3 അല്ലേ. ഇപ്പൊ 470 നിൽക്കുന്നത്. ഒരു 640 50 പോയ അടിപൊളി ആയിരിക്കും അല്ലേ. ഓക്കെ, നിങ്ങളുടെ അറിവിലേക്ക് പങ്കുവെച്ചു എന്ന് മാത്രം. അടുത്ത സ്റ്റോക്ക് നോക്കാം. PGHH ഡെയിലി ചാർട്ട് നോക്കിക്കേ. ഇതിലെ സ്ട്രോങ് സപ്പോർട്ട് എന്ന് പറയുന്നത്, ഇത് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ വരച്ചപ്പോൾ കണ്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ നോക്കിയാണ് വരച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയാണ്, കുറച്ചുകൂടെ കയറ്റണം, മുകളിൽ കയറണം, സാരമില്ല. ഞാൻ ഇത് നോക്കിയാണ് വരച്ചത്. സ്ട്രോങ് സപ്പോർട്ട് ഇതാണ്, അറിയാലോ. അത് തന്നെയാണ് എന്ന് പറയാൻ കാരണം ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വർഷത്തെ ചാർട്ടായിട്ട് നമുക്ക് ഇത്ര ഉണ്ടായിട്ടേ കിട്ടിയിട്ടുള്ളൂ. പോട്ടെ, സാരമില്ല. കാരണം ഈ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് ഇവിടെ വരെ പോയത്. അപ്പോൾ സ്ട്രോങ് സപ്പോർട്ട് ഇതാണെന്ന് നമുക്കറിയാം. അത് ഇപ്പം നേരത്തെ അറിയാവുന്ന ആൾക്കാർ ഇത് വെച്ചിട്ട് വരച്ചായിരുന്നെങ്കിൽ അവർക്ക് ഇവിടെ അറിയാമായിരുന്നു, അവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, പോട്ടെ, നമുക്കതൊന്നും അറിയത്തില്ല. നമ്മളിതാ ഇവിടുന്ന് ഇത്രയും കയറിപ്പോയി, ഈ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. കണ്ടോ, ഇത്രയും മൂവ്മെന്റ് ചെയ്ത സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ സപ്പോർട്ട് നോക്കി തന്നെയാണ് പോകുന്നത്, ഒരു സംശയമില്ല. അങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് ഇത് കയറിയിട്ടുണ്ട്, ഇവിടുന്ന് താഴേക്ക് അടിച്ചു. ഡബിൾ ബോട്ടം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടൂളാണ് മാർക്കറ്റിൽ, ഡബിൾ ബോട്ടം. പക്ഷേ ഇത് ഡബിൾ ബോട്ടം ആ ഫിഗറിൽ ടച്ച് ചെയ്യുന്നില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അതായത് 9800 താഴെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ എന്ന് കരുതിയിരുന്ന അങ്ങനെ ഇരിക്കുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഈ സപ്പോർട്ടിൽ ഏകദേശം സപ്പോർട്ടിന്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഇപ്പൊ ഇത് ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടെ മിക്കവരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കും, അറിയാം അവർക്ക്. എന്നിട്ടും കുറെ നാൾ കാത്തിരിക്കണം കേട്ടോ. കുറെ നാൾ കാത്തിരുന്ന് കഴിഞ്ഞിട്ട് ഒരു മൂവ്മെന്റ് ഈ കൊമ്പത്തൊന്ന് കൊടുത്തേക്കണം. പിന്നെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? ഇത് പല ചാർട്ടിൽ അപ്പിയർ ആയതാണ്. എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2, ഇനി എന്ത് ചെയ്യാം വലിയ ചാർട്ട്. ഇത് എക്സാമ്പിൾ 3 അല്ല, ഇത് കഴിഞ്ഞ് പിന്നെ കയറി പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇറങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് ചാൻസ് തന്നിട്ടുണ്ട്. പോട്ടെ, എന്തായാലും എക്സാമ്പിൾ 1ഉം 2ഉം ഒക്കെ ഇവിടെ അപ്പിയർ ആണ്. ഇങ്ങനെ ഒരു റെസിസ്റ്റന്റ് ലെവലിലേക്ക് വന്നു കഴിയുമ്പോൾ റെസിസ്റ്റന്റ് ലെവലാണ്, കണ്ടില്ലേ, റെസിസ്റ്റന്റ് ലെവലാണ്. എന്നാൽ എക്സാക്ട് മുകളിൽ പോയോ? ഇവിടെയാണ് അല്ലേ, അത്രയും പോയിട്ടൊന്നുമില്ല, അതിന്റെ താഴെയാണ് നിൽക്കുന്നത്. കുറെ മണ്ടയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ, റെസിസ്റ്റന്റ് അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കൊടുത്ത് ഒഴിവാക്കുക. അതാണ് സപ്പോർട്ടീവ് മേടിക്കുക, റെസിസ്റ്റന്റ് കൊടുക്കുക. അതാണ്. എന്തായാലും 9800 നിന്ന് 11200 പോരെ, മതി. അല്ലെങ്കിൽ ഇതിന്റെ ക്ലോസിങ് മതി 11,000. ഓക്കെ, ക്ലോസിങ്ങിലാണെങ്കിലും കൊടുത്തങ്ങ് വിട്ടേക്കുക, ഒഴിവാക്കുക. അടിപൊളിയാണ്. പക്ഷെ നമ്മൾ കാത്തിരിക്കണം കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ആ സപ്പോർട്ട് അതിന്റെ ഒരു പവർ മനസ്സിലാക്കാനാണ് നമ്മൾ ഈ ചാർട്ട് എടുത്ത്. മാത്രമല്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാ പുള്ളി. ഇപ്പൊ 10,168, 10,800 നിയറസ്റ്റ് റെസിസ്റ്റന്റ് ഉണ്ടോ, നല്ല പ്രോഫിറ്റ് കിട്ടും, അടിപൊളി. ഇതിന്റെ മുകളിൽ പോയേക്കാം. ഓക്കെ, നമ്മൾ ഈ വഴിക്ക് ഇവിടത്തൊക്കെ നമ്മൾ ഇറങ്ങിപ്പോവും, അല്ലെ ഇവിടെയൊക്കെ പോയേക്കാം, ഇവിടെയൊക്കെ പോയേക്കാം. നമുക്ക് ഈ വഴിക്കൊന്നും എവിടുന്നേലും ഇറങ്ങിപ്പോവാം, അത് തന്നെ. അപ്പൊ ഈ വണ്ടിയിൽ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ചാർട്ട് ഇട്ടത്. ഓക്കെ, നമുക്കിനി അടുത്ത ചാർട്ടിലേക്ക് പോവാം. ഇതെന്തിനാ ഇപ്പൊ ഞാൻ എടുത്തിട്ടെ? ഇത് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇതിലെന്താ സംഭവിക്കുന്നത്? എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ സാധനം? ഇത് നിങ്ങൾ ന്യൂസ് ഒന്ന് നോക്കണം കേട്ടോ. കാരണം ഈ ലെവലിൽ നമ്മളിപ്പം ഘോരം പറഞ്ഞ ഒരു സംഭവമുണ്ട്, മന്ത്ലി ചാർട്ട്. ഇതാണ് മന്ത്ലി ചാർട്ട് സപ്പോർട്ട് എടുത്ത ഒരു സ്റ്റോക്കാണ്. ഞാൻ എത്ര സ്റ്റോക്ക് 50 ചില സ്റ്റോക്കുകളാണ് ചെക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി ചെക്ക് ചെയ്താൽ കിടക്കുകയാണ്. അപ്പൊ കണ്ട ഒരു സ്റ്റോക്കാണ് ഇന്ത്യൻ ബാങ്ക്. അത് മന്ത്ലി ചാർട്ട് തന്നെ എടുത്തു വെച്ചത് അതിന്റെ സപ്പോർട്ടിലാണ്. ഈ നീല വരെയാണ് ഫസ്റ്റ് സപ്പോർട്ട്, ഈ റെഡ് വരെയാണ് സ്ട്രോങ് സപ്പോർട്ട്, സെക്കൻഡ് സപ്പോർട്ട്. അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ട്. ആ താഴെ വരുന്നതാണ് ഇനി വരുന്ന സപ്പോർട്ട് കേട്ടോ. അതായത് മുകളിലേക്ക് റാലി ചെയ്ത് കഴിഞ്ഞാൽ
മുകളിലേക്ക് റാലി ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന സപ്പോർട്ടാണ് ഈ താഴത്തെ സപ്പോർട്ട്. ഇതെന്ത് സ്റ്റോക്കാണ് ഇത്? 420 എബോ മുകളിലേക്ക് പോയ സ്റ്റോക്കാണ്, മന്ത്ലി ചാർട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ മാസമാണ്. ആ സ്റ്റോക്കാണ് ഇപ്പോൾ 64 രൂപ നിൽക്കുന്നത്. അപ്പോൾ ന്യൂസ് നോക്കുക. ഞാൻ ന്യൂസ് നോക്കിയിട്ടില്ല, ചാർട്ടിൽ ഞാൻ ഓക്കെ ആണ്. ഒരു ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ നീല ലൈൻ വരച്ചേക്കുന്നത് ഈ സപ്പോർട്ടാണ്. ഏറ്റവും അടുത്തുള്ള സപ്പോർട്ട് ഇതല്ലേ, അതാണ് നീല ലൈൻ. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. കൊറോണ കേസിലായിരിക്കാം. അതിന് മുമ്പേ ഇത് ഇതിന്റെ പോക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ന്യൂസ് ചെക്ക് ചെയ്യണമെന്ന്. കൊറോണ കാരണം മാത്രമല്ല സ്റ്റോക്ക് താഴെ പോയിരിക്കുന്നത്, മറ്റു കാരണമുണ്ട്. ഓക്കെ, പഴയ ന്യൂസൊക്കെ എടുത്ത് നോക്കേണ്ടി വരും കേട്ടോ. എനിവേ ഒരു ബാങ്കാണ്, യെസ് ബാങ്ക് പോലെ ആകുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, ഒരു ബാങ്കാണ്. പക്ഷെ ഈ സമയത്ത് ഇപ്പൊ എനിക്കൊരു പേടിയില്ല. എൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം വന്നില്ലേ? ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന കോൺഫിഡന്റ് അല്ലല്ലോ ഇപ്പൊ സംസാരിക്കുന്നത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള കുഴപ്പം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല ഈ ലെവൽ കണ്ടാലും, അതാണ് നമുക്കുള്ളൊരു കുഴപ്പം. ഓക്കെ, എനിവേ സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് മാത്രം, മറ്റുള്ളവരുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. സാധനം മന്ത്ലി സപ്പോർട്ടിലാണ്. ഇതിന്റെ ഡെയിലി ചാർട്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇന്ത്യൻ ബാങ്കിന്റെ ഡെയിലി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഡെയിലി നാം മന്ത്ലിയിലേക്ക് പോയത്. ഡെയിലി ചാർട്ടിൽ എന്താ കാണുന്നത്? ബുള്ളിഷ് കണ്ടില്ലേ? ഇവിടുന്ന് ഒരു ബുള്ളിഷ് വന്നു, അതങ്ങനെ പോയി കറക്ഷൻ 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 തീരുന്നു. ഇവിടെ ആകുമ്പോൾ സെല്ലേഴ്സും ബയേഴ്സും ഒക്കെ കുറഞ്ഞു. എങ്ങോട്ട് പോയല്ലോ? ഓക്കെ, ഒന്ന് വലുതാക്കിയോട്ടെ. കണ്ടോ, ഇവിടെ എത്തിയപ്പോ സെല്ലേഴ്സും ബയേഴ്സും ഒക്കെ കുറഞ്ഞു, എന്നിട്ട് വീണ്ടും മുകളിലേക്ക്. ഈ സംഭവം എന്താണ്? ഇത് മുകളിലേക്കാണ് ഈ ചാർട്ട് കാണിക്കുന്നത്. കണ്ടോ, ഇതൊരു ബുള്ളിഷ് ചാർട്ടാണ്. മന്ത്ലി സപ്പോർട്ടിലാണ് സ്റ്റോക്ക് നിൽക്കുന്നത്. ബുള്ളിഷ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ, നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇന്ത്യൻ ബാങ്കിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു കാഴ്ചപ്പാടി ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഇവിടെയൊക്കെ വലിയ ബോഡിയൊക്കെ വന്നത് നോക്കുക. ഇതൊന്നും സെല്ലേഴ്സ് ആയിരിക്കില്ല. സെല്ലേഴ്സ് ആയിരിക്കാം, കാരണം ഇവിടെ നിന്നൊക്കെ വാങ്ങിയവരായിരിക്കാം. ഓക്കെ, എന്നാലും പ്രൈസ് കുറയുന്നില്ല എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത്. ചെറിയ മൂവ്മെന്റുകളുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഓരോന്ന് വരുന്നുണ്ട്, വലിയ ക്യാൻഡിലുകൾ. മേ ബി ഇത് ചിലപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എത്രയാ 400 മുകളിൽ പോയ സ്റ്റോക്കാണ്. 100-200 രൂപയെങ്കിലും പോയാൽ ഭയങ്കര വെൽത്ത് ക്രിയേഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ, അടുത്ത സ്റ്റോക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ ഇൻവെസ്റ്റ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അത് ഞാനൊന്നും പറയുന്നില്ല. ഇവിടെ ആ സാധനം വരുന്നുണ്ട് കേട്ടോ. ലോ നോക്കുക, ഇതിന്റെ ലോ, ഇവിടുത്തെ ലോ എല്ലാം നോക്കുക. എല്ലാം ബുള്ളിഷാണ് കാണിക്കുന്നത്. ഓക്കെ, അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. ഹിന്ദുസിങ്ക്. ഓക്കെ, ഹിന്ദുസിങ്ക് എന്ന സ്റ്റോക്കിൽ എന്താണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ഏകദേശം സപ്പോർട്ടാണ് അല്ലേ? നല്ല ജേണി ഇവിടെ കാഴ്ച വെച്ചു. കണ്ടോ, ഓപ്പൺ ഈക്വൽസ് ലോ, ഗ്യാപ്പ് അപ്പ്, ഓപ്പൺ ഈക്വൽസ് ലോ. ഇത് ഓപ്പൺ ഈക്വൽസ് ലോ അല്ല. ചെറിയ സെല്ലേഴ്സ് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. ക്യാൻഡിലിന്റെ ക്ലോസിലൊക്കെ വിറ്റ് അടിപൊളിയായിരിക്കും. എന്തായാലും ആട്ടെ, നമുക്ക് ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പറ്റില്ല. ഇനി മേടിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ നിന്നൊക്കെ ഇവൻ എന്തൊക്കെയോ കളിക്കുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ കർസർ ഇരിക്കുന്ന നേരെ ഒരു വര വരയ്ക്കണം. അതായത് 210-നും 220-നും ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആണ് സപ്പോർട്ട്. ബട്ട് ഇവിടെ കണ്ടോ, ഈ പ്രൈസിൽ വന്നിട്ട് ഈ സ്റ്റോക്ക് ഇത്രയും മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ഏകദേശം 200 എത്രയാണോ ചാർട്ടിൽ നോക്കാത്തതുകൊണ്ട് 220-ന് മുകളിലൊരു പ്രൈസ് ആണ്. 250-നടുത്ത് 45 കൂട്ടുക, 245ഓളം മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ സപ്പോർട്ട്, നിയറസ്റ്റ് സപ്പോർട്ട്, ഏറ്റവും അടുത്തുള്ള സപ്പോർട്ടാണ് ഇത്. അവിടെ തന്നെ ഇത് എത്തിയിട്ട്, ഡെയിലി ചാർട്ടാണ്, മന്ത്ലി അല്ല. അവിടെ ഈ കഴിഞ്ഞ ദിവസമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ തന്നെ എത്തിയിട്ട് ഒരു ഡോജി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഡോജി മീൻസ് ഇൻഡിസിഷൻ, അതായത് ഡിസിഷൻ ആയിട്ടില്ല. അപ്പം ഇത് മുകളിലേക്ക് പോവില്ലയോ എന്നുള്ളതിന് ഡിസിഷൻ ആയിട്ടില്ല എങ്കിൽ പോലും ഈ ലെവലുകൾ വെച്ച് നമുക്ക് നോക്കുമ്പോൾ ഇത് ഷോർട്ട് ടൈമിലേക്ക് ബൈ ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. സ്റ്റോക്കിന്റെ മൊത്തം നോക്കുക, മൊത്തം ചാർട്ട് അപ് ട്രെൻഡ് ആണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ സപ്പോർട്ടുകളിൽ ഒരുപാട് കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഷാർപ്പ് മൂവ്മെന്റ് വിസിബിൾ ആയിരിക്കുന്ന ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള ഒരു മൂവ്മെന്റ് പ്രോഫിറ്റ് ബുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ലെവൽ ഇവിടെ ഡോജി ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഇതിനു മുമ്പും ആൾക്കാർ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഡോജി വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ആൾക്കാർ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവർ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കഴിഞ്ഞപ്പോൾ താഴേക്ക് പോയത് കണ്ടു. അപ്പം സപ്പോർട്ട് ഉണ്ടല്ലോ. ഓക്കെ, ഇതാണ് സപ്പോർട്ട് ലെവല്. ഓക്കെ, പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ ലെവലാണ് സപ്പോർട്ട്. 210-നും 220-നും ഇടയ്ക്ക്. പിന്നെ സ്ട്രോങ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിന്റെ 200 ലെവല്, റൗണ്ട് ഫിഗർ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നമുക്ക് ആയിട്ട് കണക്ക് കൂട്ടാം. എനിവേ, ഇപ്പം ഇതിലൊരു ബുള്ളിഷ് കാണുന്നുണ്ട്, ഡബിൾ ബോട്ടം അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാർട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഹിന്ദുസിങ്ക്. ഓക്കെ, ഹിന്ദുസ്ഥാൻ സിങ്ക്. അടുത്ത സ്റ്റോക്ക് നോക്കാം.
ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒന്നും നോക്കണ്ട കേട്ടോ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഈ ട്രെൻഡ് ലൈനൊക്കെ ഞാൻ ചുമ്മാ വരച്ചാ കറക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സപ്പോർട്ട് മാത്രമല്ല ഉള്ളു, ട്രെൻഡ് ലൈൻ സപ്പോർട്ടും ഉണ്ട്. ഇവിടെ ട്രെൻഡ് ലൈൻ ഇവിടുന്ന് നമുക്ക് അറിയത്തില്ല ഇതാ സപ്പോർട്ട് എന്ന്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂട്ടി വരച്ചാൽ ഇവിടെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു സ്ഥലത്തെത്തി മുകളിലേക്ക് പോയി, ഇവിടെ ഒരു സ്ഥലത്തെത്തി മുകളിലേക്ക് പോയി, രണ്ട് ലോയും കൂട്ടി വരച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അത് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ആൾക്കാർ ബൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് അടുത്ത ഒരു ലെസൺ ആണ്. ട്രെൻഡ് ലൈൻ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ചാർട്ട് കണ്ടപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അതൊക്കെ പോട്ടെ, നമുക്ക് ഇവിടെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എങ്കിൽ ഇനി ഇവിടെ ചെയ്യാൻ പറ്റുമോ, അതായത് അടുത്ത ദിവസം ചെയ്യാൻ പറ്റുമോ, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് അതാണ് വേണ്ടത്. ഹിസ്റ്ററിയിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആയതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഒരു ട്രെൻഡോ കാര്യങ്ങളോ കണ്ടില്ലെങ്കിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റോക്കിന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് അല്ലേ, സംതിങ് ഈസ് ഹാപ്പനിങ് ഹിയർ അല്ലേ, ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ച ഏരിയ ആണ് ഇത്. ഈ ഏരിയയിൽ എന്തോ സംഭവിക്കും, അങ്ങനെ സംഭവിച്ച ഏരിയ ആണ് ഇത്. ഉണ്ടോ? ഇപ്പൊ നമ്മൾ ചാർട്ട് പുറകിലേക്ക് പോയാൽ വീണ്ടും നമുക്ക് എക്സാമ്പിൾസ് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ കുരിപ്പ് കണ്ടോ, ഇവിടെ ആ കുരിപ്പ് അപ്പിയർ ആണ്, ഇവിടെ അത് അപ്പിയർ ആണ്, ഇവിടെ 3 ദിവസമൊക്കെ അപ്പിയർ ആയി അല്ലേ, അത് കഴിഞ്ഞ് പറഞ്ഞു. ഇവിടെയൊക്കെ 4-5 ദിവസം അപ്പിയർ ആയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ആ കുനിപ്പ് ഇവിടെ വന്നിട്ടില്ല, വരാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞ് കയറി പോകും അല്ലേ. അത് ഇവിടെ ഒന്ന് വന്നതാണ്, വന്നിട്ട് ഫെയിലായി പോയി. പക്ഷെ ഒരുപാട് പ്രൈസ് താഴേക്ക് പോകുന്നില്ല. സ്റ്റോക്ക് വളരെ നല്ല സ്റ്റോക്കാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പോസിബിൾ ആണ് കേട്ടോ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നമ്മൾ മറ്റൊന്നും നോക്കുന്നില്ല, നമ്മുടെ കുനിപ്പോ കാര്യങ്ങളോ വന്നിട്ടില്ല, സപ്പോർട്ട് ലെവലാണ്. ഓക്കെ, പക്ഷെ മുകളിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. ദൈവമേ, ഇത് ഹാത്ത്വേ കേബിൾ ആയിരിക്കരുത്. അതെ, ഹാത്ത്വേ കേബിള് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാത്ത്വേ കേബിള്. അപ്പൊ ഇപ്പൊ സ്റ്റോക്ക് ചെക്ക് ചെയ്തപ്പോ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. സപ്പോർട്ട് നോക്ക്. സപ്പോർട്ട് എങ്ങനെയാ നോക്കുക? ഏറ്റവും അടുത്തുള്ള ലോയാണ് അല്ലേ. ഇതല്ലേ അത്? ഇതല്ലല്ലോ, ഇതാണോ? ഇത് ഏകദേശം ലോയാണ്, ഇതൊക്കെ ഏകദേശം സെയിം ആണ്. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഇത് പരിഗണിക്കാം. പക്ഷെ നിഫ്റ്റി ക്രാഷ് ഉള്ളതുകൊണ്ടാവട്ടെ, അത് നോക്കണ്ട. അപ്പൊ ഇത് അല്ലെങ്കിൽ അതിന്റെ താഴെ ഇല്ല. അപ്പൊ ഇത് തന്നെ ഹാത്ത്വേ കേബിൾ ഏകദേശം 15 രൂപയുടെ താഴെയാണ് ഞാൻ ഈ വര വരച്ചേക്കുന്നത്. 55 രൂപയ്ക്ക് മുകളിലാണ് പോയേക്കുന്നത്. എന്താല്ലേ 15 55. ഒരൊറ്റ സ്റ്റോക്ക് മതി ജീവിതം മാറി മറിയാൻ. ഇത് എവിടെയാണ് വന്നേക്കുന്നത്? മന്ത്ലി സപ്പോർട്ട്. ഇതാണ് മന്ത്ലി സപ്പോർട്ടിന്റെ പവർ. നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഹ്യൂജ് ആയിരിക്കും. ചിലപ്പോൾ 100% ആകാം, ചിലപ്പോൾ 200 ആകാം, ചിലപ്പോൾ 500 ആകാം. അത് എത്ര ഒരു സ്റ്റോക്ക് തരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ അത് നല്ല റിട്ടേൺ തരുമെന്നും നമുക്ക് പറയാൻ പറ്റും. ഓരോ സ്റ്റോക്ക് ഓരോ രീതിയിലായിരിക്കും തരിക. കാരണം ഇതിൽ നമ്മൾ നോക്കേണ്ട പല കാര്യങ്ങളുണ്ട്. റെസിസ്റ്റന്റ് ഇവിടെ റെസിസ്റ്റന്റ് ആണ് കണ്ടോ, റെസിസ്റ്റന്റ് ആണ്. നമ്മൾ 55 ഒന്നും പോകണ്ട, 55-ന് താഴെ, ഈ 50-ന് താഴെ റെസിസ്റ്റന്റ് ഉണ്ട്. നമ്മൾ വിറ്റ് പോകണമെങ്കിൽ ഇവിടെ വിറ്റ് പോകും. അല്ലെങ്കിൽ ഇത് റെസിസ്റ്റന്റ് ആണ്, നമ്മൾ 45-ന് താഴെ ഇവിടെ വിറ്റ് പോകും. അല്ല എങ്കിൽ നമ്മൾ വിറ്റ് പോകുന്നത്, അതായത് ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ വിറ്റ് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് 40-ന് താഴെ, അതായത് 38 കൊല്ലം വരുമായിരിക്കും അല്ലെ. ഈ ലെവലിൽ നമ്മളെല്ലാവരും തന്നെ വിറ്റ് പോകും. എന്നാൽ പോലും 15 ലെവലിൽ കയറിയിട്ട് 38 ലെവലിൽ വിറ്റ് പോകുന്ന മോശമുള്ള ഒരു കാര്യമല്ല അല്ലെ. അത് മന്ത്ലി സപ്പോർട്ടിന്റെ പവറാണ്. എനിക്ക് തോന്നുന്നു നിഫ്റ്റി ക്രാഷ് വന്ന സമയത്താണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് താഴേക്ക് പോയിരിക്കുന്നത്. മിക്ക സ്റ്റോക്കുകളിലും കാണുന്നുണ്ട് സമയത്ത് കുറച്ച് താഴേക്ക് പോയി. ഗുഡ് ഡിസ്റ്റന്റ് കാണുമ്പോൾ നമ്മൾ മേടിച്ചാൽ മതി എന്നുള്ള. ഇപ്പൊ ഞാൻ മേടിച്ചിട്ടുണ്ട് 37.25-നാണ് മേടിച്ചേക്കുന്നത്. അത് കഴിഞ്ഞത് കുറച്ച് മുകളിലേക്ക് പോയി, അത് പോട്ടെ. ഇപ്പോഴും ഞാൻ ലോസിലാണ് നിൽക്കുന്നത്, 20 പൈസ ലോസിലാണ് നിൽക്കുന്നത്. പക്ഷെ എനിക്കൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട്, കാരണം ഇവിടെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല, ഇവിടെയൊക്കെ പേടിച്ചു പോയി. നിഫ്റ്റി ക്രാഷ് ചെയ്ത് പേടിച്ചു പോയി, നമ്മളെല്ലാവരും പേടിക്കുന്നതാണ്. അപ്പൊ അവിടെയൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഇവിടെ മേടിച്ചിട്ടുണ്ട്, ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കയറിയിട്ടില്ല, കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു, വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, കയറാതിരിക്കാം. ഇനിയിപ്പോ കറക്റ്റ് നമ്മൾ മേടിച്ച സ്റ്റോക്ക് തന്നെ കയറില്ല എന്ന് മിക്കവർക്കും ഒരു പരാതി ഉള്ളതാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ. എല്ലാ ക്ഷമയും പരീക്ഷിച്ചു കഴിഞ്ഞിട്ട് അത് കയറുമെന്ന് വിചാരിക്കുന്നു. ഇമാമിക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ, അതിലെന്നാ കണ്ടത്? ഇമാമി, ഞാനേ മറ്റൊരു കാര്യം പറയാനാണ്. ഇമാമി ഇത് നമുക്ക് അടുത്ത ഒരു ടെക്നിക്ക് നമുക്ക് കിട്ടി. ഇത് ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യരുത്. അത്ര സ്ട്രോങ് ഉള്ള കാര്യമല്ല, അത്ര സ്ട്രോങ് ഉള്ള ഒരു സംഭവമല്ല. നമുക്കൊരു സ്റ്റോക്ക് ബൈ ചെയ്യണം, പക്ഷെ അത് സപ്പോർട്ടിൽ എത്തിയില്ല. ഇവിടെ സപ്പോർട്ട് എവിടെയാ? ത്രോ മൂവ് ചെയ്തു. ഇമാമി മൂവ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഡെയിലി ചാർട്ടാണ് കേട്ടോ. ഇത്രയും മൂവ് ചെയ്തു ഈ സ്റ്റോക്ക്. ഞാൻ അത് ഇവിടെ വന്നാലേ മേടിക്കൂ, 250-ലേ ഞാനിത് മേടിക്കൂ. എനിക്കിത് കിട്ടുമോ? എവിടെ കിട്ടാൻ? എനിക്കിത് കിട്ടൂല. അങ്ങനെയാണ് എങ്കിൽ
ഡെയിലി ക്യാൻഡിലിൽ ബിയറിഷ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്ത ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണോ കാണുന്നത് അന്ന് മേടിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ മേടിക്കാം 330 താഴെ. ഇപ്പോഴത്തെ പ്രൈസ് ക്ലോസിംഗ് പ്രൈസ് 357. ഇനി മുകളിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. കണ്ടോ, ഇവിടെ വേണമെങ്കിൽ ഹൈലി ബുള്ളിഷ് ഉള്ള സ്റ്റോക്ക് സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലായാൽ നമുക്ക് മേടിക്കാവുന്ന, ഇത് നമുക്ക് ഈ ക്യാൻഡിൽ ഉറപ്പിക്കുന്ന 3 കാലമൊക്കെ കഴിഞ്ഞിട്ട് ഉറപ്പിച്ചാൽ മതി. അന്നത്തെ ബുള്ളിഷ് ആണോ എന്ന് നോക്കിയിട്ട് ബുള്ളിഷ് ക്യാൻഡിലാണ് എങ്കിൽ നമുക്ക് ഇവിടെ മേടിക്കാം. നല്ലൊരു റിട്ടേൺ ഉണ്ട്, ഇറങ്ങി ഓടിക്കോളൂ. കാരണം ഇവിടെയാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് ഹൈലി ബുള്ളിഷ് ആണ്. അങ്ങനെയുണ്ട്, ഇതിനെന്തായാലും പോസിറ്റീവ് ന്യൂസോ കാര്യങ്ങളോ കാണും അല്ലേ, അങ്ങനെ കാണും. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഈ ഭാഗത്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷെ എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്യരുത്. ഇതുപോലെ കയറി പോകുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ല എങ്കിൽ. കാരണം ഈ ചാർട്ടിൽ തന്നെ നേരത്തെ വന്ന ഒരു ചാർട്ടിൽ തന്നെ എക്സാമ്പിൾ ഉണ്ട്, ഞാനത് പുറകോട്ട് പോകുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളത് വേണമെങ്കിൽ കേട്ടോ, ഉറപ്പല്ല, വേണമെങ്കിൽ നമുക്ക് ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു ലെസൺ കൂടെ പഠിച്ചില്ലേ? എന്താ പഠിച്ചത്? ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്കാണ്, സപ്പോർട്ടീവ് വരാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ബിയറിഷ് ക്യാൻഡിൽ, ഡെയിലി ചാർട്ടിൽ ബിയറിഷ് ക്യാൻഡിൽ വന്നതിന് ശേഷം വരുന്ന നെക്സ്റ്റ് ബുള്ളിഷ് ക്യാൻഡിലിൽ ആ സ്റ്റോക്കിൽ എൻറ്റർ ചെയ്യാം. ഇതാണ് നമ്മളിവിടെ പഠിച്ച ലെസൺ. ഇനി ഇമാമി കഴിഞ്ഞിട്ട് നമുക്ക് പോവാണ്. ഇത് ഏതാണ് സ്റ്റോക്ക്? എൽറാംബോർച്ചിനി അല്ലല്ലോ, BAL. ഇതിന്റെ പേര് ഫുൾ ഫോം മറന്നു. എനിക്ക് അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് അല്ല. ഓക്കെ, പക്ഷെ നമുക്ക് സ്റ്റോക്കിന്റെ പേരോ അത് ഫേമസ് ഒന്നും വേണ്ട, നമുക്ക് ക്യാൻഡിൽ മതി. ഇത് കണ്ടോ, ഇവിടെ ഒരു ക്യാൻഡിൽ വന്നേക്കുന്നുണ്ടോ? റോക്കറ്റ് അല്ലേ, ഒരു റോക്കറ്റ് ക്യാൻഡിൽ. ഇത് എവിടെയാ വന്നേക്കുന്നത്? സപ്പോർട്ട് ലെവലിൽ തന്നെയാണല്ലോ. അതെ, ഇത് സപ്പോർട്ട് ലെവലിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിന്റെ താഴെ ഇവിടെ സപ്പോർട്ടുണ്ട്, അതൊക്കെ മിക്കതും വരാറില്ല. അപ്പൊ ഏകദേശം ഇത് സപ്പോർട്ട് ലെവലിലാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞ പല മെത്തേഡുകൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഈ സപ്പോർട്ട് നോക്കിയിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ സപ്പോർട്ട് ലെവലിൽ ഇവിടെ ഒരു ക്യാൻഡിൽ കണ്ടോ, ബുള്ളിഷ് ക്യാൻഡിൽ. ഇത് സപ്പോർട്ട് ലെവലാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടം വരെ വന്നില്ല എന്നേ ഉള്ളൂ. ഇതൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണ്. കണ്ടോ, ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് എങ്കിൽ ഈ ക്യാൻഡില് ബുള്ളിഷ് ആണ്, ഓപ്പൺ ലോ ആണ്, ഓപ്പൺ ഈക്വൽസ് ലോ. വിക്ക് മുകളിലേക്ക് കുറച്ചുണ്ട് കേട്ടോ, താഴേക്ക് വിക്കില്ല. അതിന്റെ അർത്ഥം ബീരിഷ് ആണ്, പക്ഷെ സപ്പോർട്ട് ലെവലാണ്, ഓപ്പൺ ലോ ആണ്. അങ്ങനെയാണ്. പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്, അതായത് ഗ്രീൻ ക്യാൻഡിൽ. ഇതിലിപ്പോ വെള്ള നിറമാണ്, ഓക്കെ, അത് ഗ്രീൻ ആണ്. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ അങ്ങനെയാണ് എങ്കിൽ ഇവിടെ എക്സാക്ട് ഈ ദിവസം, അന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കുമല്ലോ എന്ന് അറിയത്തില്ല, ഇവിടെ എൻട്രി ചെയ്യാം. എൻട്രി ചെയ്തവർക്ക് ഈ റോക്കറ്റിൽ പങ്കെടുക്കാം. 405, 406 ആയിരിക്കും ഇത്. സോറി, 400 അല്ല, 105, 106 ആയിരിക്കും ഇത്. 125 പോയി ടച്ച് ചെയ്തു. നമ്മൾ ഇറങ്ങിപ്പോകുന്ന എവിടെ? ഇറങ്ങിപ്പോകുന്ന ഇവിടെ. ഇതല്ലേ റെസിസ്റ്റന്റ് നമുക്ക് അറിയാലോ. അല്ലെങ്കിൽ ഇതാ ഈ റെസിസ്റ്റന്റ് ഇറങ്ങിപ്പോകും, എന്ന് ലാഭം അല്ലേ? ഒന്നെങ്കിൽ ഇത് സ്ട്രോങ് റെസിസ്റ്റന്റ്, ഇത് അല്ലേ സ്ട്രോങ് റെസിസ്റ്റന്റ്, ഇതിൽ കൂടുതൽ ഒരു റെസിസ്റ്റന്റ് ഇല്ല. അതിന്റെ മുകളിൽ പോകുന്നുണ്ട്. ഈ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജിക്കാർ അപ്ലൈ ചെയ്യുന്ന സാധനം ഇതാണ്. ഇത് ബ്രേക്ക് ചെയ്താൽ, ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ അവർ ബൈ ചെയ്യും. അങ്ങനെ ബൈ ചെയ്തോ പെട്ടോ ഇപ്പോഴും ലോസിലാണ് നിൽക്കുക. ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുപ്പകാലത്ത്. ഞാൻ ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് ഇൻട്രാഡേക്കൊക്കെ നല്ലതാണ്. അത് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി വളരെ ആണ്. പിന്നെ നല്ലതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം സപ്പോർട്ടും റെസിസ്റ്റന്റുമാണ്. എനിക്ക് കണ്ടതിൽ വെച്ച് ഭയങ്കരമായിട്ട് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നിയത് അതാണ് കേട്ടോ. ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി മോശമാണെന്നല്ല, നല്ലതാണ്. പക്ഷെ എപ്പോഴും അത് വർക്ക് ആവുന്നില്ല, അങ്ങനെ കാണുന്നുണ്ട്. ഇവിടെ അത് വർക്ക് ആയിട്ടില്ല, കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ഈ സ്റ്റോക്ക് പേര് ഞാൻ ചുമ്മാ വായിക്കാം. BALMLAWRIE. ഫുൾ ഫോം കണ്ടാൽ മനസ്സിലാവും, എത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, എനിവേ ഇതെന്തിനാ ഇട്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മുകളിലേക്ക് കയറി പോകാൻ ചാൻസ് ഉണ്ട്. അത് പറയാം. എന്താ ഡബിൾ ബോട്ടം അടിച്ചേക്ക് നോക്കുക, ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ എത്തി മുകളിലേക്ക് പോയി വീണ്ടും ഡബിൾ ബോട്ടം അടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ ബോട്ടം അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. വളരെ ശക്തമായ ടൂളാണ് അത്. ഇനിയും ആവർത്തിക്കും. നമ്മളിത് കണ്ടുപിടിച്ചാലും ഇത് ആവർത്തിക്കും, അതിന് സംശയമൊന്നുമില്ല. കണ്ടോ, ഇതിങ്ങനെ പോയി. അപ്പോൾ ഡബിൾ ബോട്ടം എടുത്തിട്ടാണ് ഈ സാധനം പോയിരിക്കുന്നത്. വേണമെങ്കിൽ സ്റ്റോക്ക് നോട്ട് ചെയ്ത് വെച്ചോ. എക്സാക്ട് ബൈ ലെവൽ അല്ല. എക്സാക്ട് ബൈ ലെവൽ എവിടെയാണ്? സപ്പോർട്ട് നമുക്കറിയാം, അടുത്ത സപ്പോർട്ട് വരയ്ക്കുക, അത് തന്നെയാണ് ബൈ ലെവല്. ഓക്കെ, അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ക്യാൻഡിലിന്റെ ഹൈ, ഈ റെഡ് ക്യാൻഡിലിന്റെ ഹൈ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അത് ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ സൂം മീറ്റിലുണ്ട് ആ ഒരു സാധനം. അങ്ങനെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഓപ്പൺ ഈക്വൽസ് ലോ ആണ്, കണ്ടല്ലോ ഇവിടെ ഓപ്പൺ ഈക്വൽസ് ലോ ആണ്.
ക്യാൻഡിൽ ബുള്ളിഷ് ആണ്. നമ്മൾ എക്സാക്റ്റ് ഒന്നും എൻ്റർ ചെയ്യാൻ പറ്റിയില്ല, ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇത് കണ്ടേ. ഓക്കെ, നിങ്ങളെയും കാണിച്ചു തന്നതെന്ന് മാത്രം. ഓവറോൾ ട്രെൻഡ് ഈസ് ബുള്ളിഷ്. കണ്ടോ, ഇവിടെ നോക്കുക, ഓവറോൾ ട്രെൻഡ് ഈസ് ബുള്ളിഷ്. മന്ത്ലി ചാർട്ട് നോക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും നോക്കാം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അത് നോക്കിയിട്ടില്ല. കാരണം നമ്മൾ ഏത് ചാർട്ട് എടുത്താലും അത് മന്ത്ലി ചാർട്ടും കൂടെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് നല്ലൊരു പിക്ചർ, നല്ലൊരു ഐഡിയ കിട്ടും കേട്ടോ. കാരണം നമ്മൾ ഇന്ത്യൻ ബാങ്കിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്ത്യൻ ബാങ്കിൽ നമ്മൾ ഡെയിലി ചാർട്ട് എടുത്താൽ നമുക്ക് വലിയ ഐഡിയ ഒന്നും കിട്ടില്ല. പക്ഷെ മന്ത്ലി ചാർട്ട് എടുക്കുമ്പോൾ സ്ട്രോങ് ബൈയാണ് അല്ലേ. അതാണ് മന്ത്ലി ചാർട്ടും കൂടി എടുത്താലേ കാണാൻ പറ്റുള്ളൂ അത്. ഓക്കെ, എനിവേ നമുക്ക് ഇനിയിപ്പം അടുത്തേക്ക് പോവാം. കാരണം എത്രത്തോളം ലെവൽ താഴെയാണ് സ്റ്റോക്ക് എന്നൊക്കെ അറിയാൻ മന്ത്ലി ചാർട്ട് വേണം. അക്സോ ഇന്ത്യ യെസ്, ഞാൻ പറഞ്ഞ ഒരു സംഭവം ഇല്ലേ, കണ്ടോ ആ ചെരിവില്ലേ, ആ ചെരിവ് ഇങ്ങനെ മുകളിലേക്ക് ചെരിവ്, അത് എത്ര മനോഹരമായിട്ടായിട്ട് വന്നേക്കും നോക്കി. നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യും കേട്ടോ. ഞാനിത് സ്റ്റഡി ചെയ്യാൻ കുറെ സമയം എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വീഡിയോ ആയിട്ട് എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേ പറ്റുമെന്ന് തോന്നി. വീഡിയോ ചെയ്യാൻ അടുത്ത സമയം എടുക്കുന്നു, അത് അപ്ലോഡ് ചെയ്യാൻ അടുത്ത സമയങ്ങൾ എടുക്കുന്നു. എനിവേ ഞാൻ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനിയും നമ്മൾ അറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മളിപ്പം പക്ക ചാർട്ട് വെച്ച് മാത്രമാണ് പറയുന്നത്, ചാർട്ടിലും സക്സസ് ആണ്. ഇനി അടുത്ത ഒരു സാധനം കണ്ടോ, കണ്ടാ കരച്ചിൽ വരും. ഇതെന്താ അല്ലേ, ഇതെന്താ മന്ത്ലി, ഇത് ഏത് ചാർട്ടാ? ഡെയിലി ചാർട്ടാണ് സാധ്യത. ഓക്കെ, ഡെയിലി ചാർട്ടാണിത്. മന്ത്ലി ആണെങ്കിലും ഡെയിലി ആണെങ്കിലും ഇവിടെ സപ്പോർട്ട് ഉണ്ട്. മന്ത്ലി ക്യാൻഡിൽ വന്നാലും ലോ ഇവിടെ തന്നെ. ഈ സപ്പോർട്ട് എത്ര മനോഹരമായിട്ട് ഇത് എടുത്തേക്കുന്നത് കണ്ടോ ഈ സപ്പോർട്ട്. അതാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും തമ്മിലുള്ള. കാരണം ഈ സപ്പോർട്ടിന് നമുക്ക് കണ്ണു കുറച്ച് എടുക്കാം. എന്തുകൊണ്ടാണ്? ഇവിടുന്ന് കയറിപ്പോയത് ഇവിടം വരെയാണ്. ഒരാന നെഗറ്റീവ് ന്യൂസ് ഇല്ല എങ്കിൽ നെഗറ്റീവ് ന്യൂസ് വരും കേട്ടോ. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട്. അത് മാർക്കറ്റ് ഞാൻ പണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 1-2 വർഷമായി തോന്നുന്നു, ഒന്നല്ല. ഓക്കെ, അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ പക്കായാണ്. അത് ടാറ്റ മോട്ടോഴ്സിന്റെ എക്സാമ്പിൾ വെച്ചാൽ ഇതൊക്കെ ഓർക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നെഗറ്റീവ് ന്യൂസ് വരും. വന്നില്ലോ ഞാൻ നോക്കിയില്ല, പറഞ്ഞാണ് വരും. ഈ സാധനം നമുക്ക് ഇവിടെ ബൈ എടുത്തിരുന്നു എങ്കിൽ അല്ലേ, ഇവിടെ ബൈ ഇവിടെയാണ് വരുന്നത്, ഈ ക്യാൻഡിലാണ് വരുന്നത്. ഡെയിലിയാണ്. ഈ ക്യാൻഡിൽ വന്നു. ഇനിയിപ്പോ നമ്മളന്നേരം ഒന്നും ഒഴിക്കില്ല. ഇവിടെ ബുള്ളിഷ് ക്യാൻഡിലുകൾ വന്നാൽ ഇവിടെ ബൈ എടുക്കാം അല്ലെ. എന്തുകൊണ്ടാന്ന് മനസ്സിലായല്ലോ, ഇനിയും പറയണ്ടല്ലോ. ഇവിടെ ബുള്ളിഷ് ക്യാൻഡിലുകൾ വന്നാൽ ബൈ എടുക്കാം. അങ്ങനെ എടുത്തായിരുന്നു എങ്കിൽ ദാ പോകുന്നു. അധികമൊന്നും പോയിട്ടില്ല. 1800 ലെവലിൽ നിന്ന് 1950 മുകളിലാണ് പോയിട്ടുള്ളൂ. പേഴ്സൻറ്റേജ് വൈസ് നോക്കിക്കേ, 18 രൂപ കൂടുമ്പോൾ 1%. 100 രൂപയിൽ എന്തായാലും 5 കൂടുതൽ ഉണ്ട്. 150 മുകളിലേക്കാണ് പോയേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ അത് എത്രയോ ശതമാനം? ഓക്കെ, 8-9% കാണും. അത്രയും നമുക്ക് അധികം ദിവസം വെയിറ്റ് ചെയ്യേണ്ടെന്നാണ് ഉള്ളത്. കാരണം ഇവിടെ എടുത്താൽ നമ്മൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണം. ഇവിടെ എടുത്താൽ പിറ്റോസി, അതിന്റെ പിറ്റോസി കഴിഞ്ഞു. പിന്നെ ഇതിങ്ങനെ ഡോജിയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിന്റെ ക്ലോസിംഗ് ഉള്ളത് കൊണ്ട് ഇറങ്ങിപ്പോ. അത്രേ ഉള്ളൂ. ഷോർട്ട് ടൈമിനുള്ള ടെക്നിക്കുകളാണ് ഈ സംഭവം. അതൊക്കെ പോട്ടെ. ഇങ്ങനെ വന്നു ഡബിൾ ബോട്ടം എടുത്ത് നോക്കുക. ഇവിടെ ഒരു ലോ, ഇവിടെ ഒരു ലോ, ഡബിൾ ബോട്ടം. പക്ഷെ കുറെ നാള് വെയിറ്റ് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റിലായിരിക്കും. ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്ത് പ്രോഫിറ്റ് തന്നെ കയറി പോകണമെങ്കിൽ ഇത്രോ ക്ഷമിക്കണം. ഇവിടുന്ന് കയറി പോകുന്നു. അത് കയറി പോകുന്നതിന് മുമ്പ് അപ്പിയർ ആയേക്കുന്ന ആ ചെരിവ് കണ്ടില്ലേ. ഇത് ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ കുറെ പറയുന്നത്. കാരണം ഒരുപാട് ചാർട്ടിൽ ഈ സാധനം കാണുന്നുണ്ട്. ആ ചെരിവ് ഇങ്ങനെ വരുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടെയൊക്കെ കയറിയാൽ ഈ വീഡിയോയിലുണ്ട്. ആദ്യം ഒരു സ്റ്റോക്ക് പറയുന്നുണ്ട്, ആദ്യം എപ്പോഴും ഇടയ്ക്ക് പറയുന്നുണ്ട്. അതിൽ ഈ ചെരിവ് ഇപ്പൊ അപ്പിയർ ആയ സ്റ്റോക്ക് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ഈ വലിയ റാലിയിൽ പങ്കെടുക്കാം. ഈ റാലിയിൽ ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന ഭയങ്കര ഇതാണ്. അപ്പൊ ഷോർട്ട് ടൈമിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുറേ ടെക്നിക്കുകളുണ്ട്. അതില് കുറെ പ്രധാനപ്പെട്ട സാധനങ്ങളാണ് പറയുന്നത്. ഇത് ആർക്കും അച്ചീവ്. ഇത് കൂടാതെ ഇനിയുണ്ട് കേട്ടോ, വേറെ ഉണ്ട്. ഞാൻ ചാൻസ് കിട്ടുമ്പോൾ പറയാം. ചുമ്മാ വീഡിയോ ലെങ്തി ആക്കുന്നില്ല. ചാൻസ് കിട്ടുമ്പോൾ പറയാം. അപ്പം എന്തായാലും സക്സസ് ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ മെത്തേഡ് ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രയോഗിച്ചാൽ പോലും ഓക്കെയാണ്. ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? ഹാർഡ് വർക്കാണ് അല്ലേ. ഹാർഡ് വർക്ക്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. അതായത് മറ്റൊന്നുമല്ല, ചാർട്ട് എടുക്കാൻ നോക്കുക. ചാർട്ട് എടുക്കുന്ന സംഭവം കണ്ടല്ലോ, പറഞ്ഞല്ലോ. ഒന്നും കൂടെ പറയാം. ഇതൊന്നുമില്ല, ചുമ്മാ ഒരു ബുള്ളിഷ് ഉള്ള സ്റ്റോക്ക് മാത്രം നമ്മൾ സെർച്ച് ചെയ്തുള്ളൂ. വേറെ ഒരു സാധനം സെർച്ച് ചെയ്തിട്ടില്ല. ഇത് സെർച്ച് ചെയ്താൽ ഡെയിലി സ്റ്റോക്ക് കിട്ടും.
പിന്നെ ഇതെല്ലാം കൂടെ മാനുവലി ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ RSI ഇൻക്രീസ് അല്ലെ MACD ഇൻക്രീസ്, സൂപ്പർ ട്രെൻഡ്, ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എക്സാക്ട് ബൈ ലെവലിലായിരിക്കില്ല. കാരണം അതെല്ലാം ലാഗിങ് ഇൻഡിക്കേറ്റർ ആണ്. നമുക്ക് ഏകദേശം ഒരു റിസൾട്ട് കിട്ടുമെങ്കിൽ പോലും ഇച്ചിരി മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ നോക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒൺലി ചാർട്ടാണ്, ഇൻഡിക്കേറ്റർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മൂവ്മെന്റിന്റെ മുമ്പ് തന്നെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഡിഫറൻറ്റും കൂടിയുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കൂടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ, ഫോർ എക്സാമ്പിൾ RSI is greater than 70 അല്ലെങ്കിൽ 60 എന്നൊക്കെ കൊടുത്തിട്ട് ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. MACD ക്രോസ് ഓവർ ആണ് അല്ലെങ്കിൽ ADX ക്രോസ് ഓവർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ ADX ക്രോസ് ഓവർ അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കുക. എനിക്ക് ഇത് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളൂ, കുറച്ച് ചാർട്ട് നോക്കണമെന്നേ ഉള്ളൂ. മെത്തേഡ് അടിപൊളിയാണ്. ഇത്രയും ചാർട്ടിൽ കൂടെ നമ്മൾ പോകുന്നുണ്ട്. ഏകദേശം 500 സ്റ്റോക്ക് ഉള്ളതിൽ നമുക്ക് 209ഓളം സ്റ്റോക്കുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വലിയൊരു പണിയൊന്നുമല്ല, സമയം പോകും, അത്രയേ ഉള്ളൂ. അതിൽ നമുക്ക് സ്റ്റോക്ക് കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. എന്നാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇത് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇടാം. ഈ വീഡിയോയിൽ തന്നെ ബുള്ളിഷ് ആകാൻ ചാൻസ് ഉള്ള, അതായത് ബുള്ളിഷ് ലീഗ് ആകാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ചെയ്തുകൊണ്ടാണ്. ഇനി എനിക്ക് ഒരുപാട് സ്റ്റോക്കുകൾ ചെക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ടിപ്പുകളോ കാര്യങ്ങളോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലിടാം കേട്ടോ, യൂട്യൂബിലിടാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ഓക്കെ, ഗുഡ് ബൈ.